ഹായ്, എല്ലാവർക്കും നമസ്കാരം. ട്രിക്ടേണിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ലൈവ് മാരത്തോൺ നടന്നുകൊണ്ടിരിക്കുകയാണ് 10th പ്രിലിംസിന് വേണ്ടുന്നുള്ള. അപ്പോൾ എനിക്കതിനകത്ത് പങ്കെടുക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ബയോളജിയുടെ എക്സാമിന് ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ ഡിസ്കഷൻസുമാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണുക. ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ എടുത്ത റിവിഷൻ ക്ലാസ്സുകൾ രണ്ടും കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബയോളജിയിലെ ഫുൾ മാർക്സ് സെറ്റാകും. നമുക്കറിയാം ഏകദേശം ഒരു 8 മുതൽ 10 മാർക്കാണ് പ്രിലിംസിന് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ PSC ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു മാരത്തോൺ ക്ലാസ്സും അതുപോലെ തന്നെ നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബയോളജിയിലെ ഫുൾ മാർക്സ് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്കൊരു കോഴ്സ് ഉണ്ട്. റിവിഷൻ നമുക്ക് എപ്പോഴും നമ്മുടെ പ്രിപ്പറേഷനും സക്സസിനും ഇടയിലുള്ള ഒരു ബ്രിഡ്ജാണ് റിവിഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ റിവിഷൻ ക്ലാസ് കഴിയുന്ന സമയത്ത് നിങ്ങൾ ഏറെക്കുറെ ബയോളജിയിലെ ഫുൾ മാർക്സുകൾ നിങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണുക. അപ്പോൾ റിവിഷൻ ആയതുകൊണ്ട് തന്നെ മാക്സിമം പോയിന്റുകൾ വളരെ ഫാസ്റ്റായിട്ട് പറയുന്നു. അപ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയല്ല, പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ക്ലാസ്സുകൾ കാണുക, അതിനുശേഷം നന്നായിട്ട് എക്സാം എഴുതുക. അപ്പോൾ നമ്മൾ തുടങ്ങിയാലോ? ഓക്കെ. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വൈറ്റമിൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? നമ്മൾ ഒരുപാട് PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ K. എന്തായിരുന്നു വൈറ്റമിൻ Kയുടെ രാസനാമം? ഫില്ലോക്വിനോൺ എന്നാണ്. നമുക്കറിയാം ഏതൊരു PSC എക്സാമിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആണല്ലോ വൈറ്റമിൻസ്, അല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വൈറ്റമിൻസുമായി ബന്ധപ്പെട്ട കുറേ ഫാക്റ്റുകളൊക്കെ നോക്കാം. അപ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണെങ്കിൽ വൈറ്റമിൻ K ആണ്, അല്ലയോ? അങ്ങനെയാണെങ്കിൽ വിറ്റാമിൻ എയുടെ ധർമ്മം എന്താ? നമ്മുടെ കണ്ണുകൾക്ക് ആവശ്യമാണ്. നമ്മുടെ കണ്ണുകൾക്കും ത്വക്കിനും ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ അല്ലേ നമ്മൾ ബ്രൈറ്റ് എ വൈറ്റമിൻ എന്ന് വിളിക്കുന്നത്. അതേപോലെ വിഷൻ വൈറ്റമിൻ എന്നൊക്കെ വിളിക്കുന്ന വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എ നമ്മൾ ആന്റി സിറഫ്താൽമിക് വൈറ്റമിൻ എന്ന് വിളിക്കാറുണ്ട്, ആന്റി ഇൻഫെക്റ്റീവ് വൈറ്റമിൻ എന്ന് വിളിക്കാറുണ്ട്. ഇതൊക്കെ വൈറ്റമിൻ എയുടെ പ്രത്യേകതകളാണ്. അങ്ങനെയാണെങ്കിൽ വൈറ്റമിൻ സി നമുക്കറിയാം അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വൈറ്റമിൻ അല്ല വൈറ്റമിൻ സി. വൈറ്റമിൻ സി നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമാണ്, മുറിവുകൾ ഉണങ്ങാൻ ആവശ്യമാണ്, ശരീരത്തിലേക്ക് ഇരുമ്പിന്റെ ആഗിരണത്തെ സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല ജലദോഷത്തിന് ഒരു ഔഷധമായിട്ട് വൈറ്റമിൻ സി ഉപയോഗിക്കാറുണ്ട്. ആദ്യമായി നിർമ്മിച്ച കൃത്രിമ വൈറ്റമിൻ ആണ്. ഇതൊക്കെ വൈറ്റമിൻ സിയുടെ പ്രത്യേകതകളാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക. വൈറ്റമിൻ ഇ ആണെങ്കിൽ നമുക്കറിയാം നമ്മുടെ പ്രത്യുൽപാദന വ്യവസ്ഥയ്ക്ക് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ നമ്മൾ ടോക്കോഫെറോൾ എന്ന് വിളിക്കാറുണ്ട്. നമ്മുടെ ഹൃദയത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്ന് വിളിക്കാറുണ്ട്. വൈറ്റമിൻ ഇയുടെ അളവ് കുറയുമ്പോൾ വന്ധ്യത അല്ലെങ്കിൽ സ്റ്റെറിലിറ്റി ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ വൈറ്റമിൻ ഇയുടെ പ്രത്യേകതകളാണ്. ഓക്കെ ആണല്ലോ? യെസ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ തന്നെ എങ്ങനെയാണ്? ആന്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ഓൾറെഡി ഞാൻ പറഞ്ഞു, സ്റ്റെറിലിറ്റിക്കെതിരായിട്ട് വന്ധ്യതയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന വൈറ്റമിൻ ഏതാണ്? അത് വൈറ്റമിൻ ഇ ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, ഏതാണ് ആന്റി റിക്കറ്റിക് വൈറ്റമിൻ? ഏതാണ് ആന്റി റിക്കറ്റിക് വൈറ്റമിൻ? ആണെങ്കിൽ വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡിയെ നമ്മൾ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്ന് വിളിക്കാറുണ്ട്, സൺഷൈൻ വൈറ്റമിൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ കെയെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? കൊയാഗുലേഷൻ വൈറ്റമിൻ എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ആന്റി ഹെമറേജിക് വൈറ്റമിൻ എന്ന് വിളിക്കാറുണ്ട്. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നോ ആന്റി ഹെമറേജിക് വൈറ്റമിൻ എന്നൊക്കെ വൈറ്റമിൻ കെയെ വിളിക്കാറുണ്ട്. വൈറ്റമിൻ എയുടെ കാര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, യെസ്. ഇത് നോക്കാം, ഇത് നമ്മളുടെ 6ാം ക്ലാസ്സിലെ സ്കൂൾ ടെസ്റ്റിലെ ഒരു കട്ടിംഗ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ പ്രിലിംസിന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മുടെ വിറ്റാമിൻ എയുടെയും വിറ്റാമിൻസിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ. സ്കൂൾ ടെസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റുകളും നോക്കിയാലോ? നമ്മുടെ കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ എ. അപ്പൊ കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയ്ക്ക് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ എ. അതേപോലെ തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയ്ക്ക് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ ബി. അപ്പൊ പലപ്പോഴും എക്സാമിന് ചോദിക്കാം, നാഡീ വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ ഏത് ചോദിച്ചാൽ നമുക്ക് വൈറ്റമിൻ ബി എഴുതാം. അപ്പൊ B1 ആയിക്കോട്ടെ, B2 ആയിക്കോട്ടെ, B5 ആയിക്കോട്ടെ, B9 ആയിക്കോട്ടെ, B12 ആയിക്കോട്ടെ, ഇവരൊക്കെ എന്താണ്? നമ്മുടെ നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. സോ അതുകൊണ്ട് വിറ്റാമിൻ ബി പ്രത്യേകം ഓർത്ത് വെക്കുക. ഇനി വിറ്റാമിൻ സി ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും PSC ചോദിക്കുന്നതാണ്, പല്ലിന് ആവശ്യമാണ്, പ്രത്യേകിച്ചും മോണ. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ മോണയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ് ചോദിച്ചാൽ വൈറ്റമിൻ എന്താണ്? സി ആണ്. ഓക്കെ. അതുപോലെ തന്നെ രക്തക്കുഴലുകൾ, ഇതിൽ മോണ എന്ന വാക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിക്കും ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ വൈറ്റമിൻ ഡി നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി. ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യമാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം വൈറ്റമിൻസിനെല്ലാം ഒരുപാട് ഫംഗ്ഷൻസുകളുണ്ട്. എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രൈമറി ഫംഗ്ഷൻസിനെയാണ്. അപ്പോൾ കണ്ണിന് ആവശ്യമായ വൈറ്റമിൻ എന്ന് ചോദിച്ചാൽ വൈറ്റമിൻ എ തന്നെയാണ്. നമ്മുടെ നാഡീവ്യവസ്ഥയ്ക്ക് ആവശ്യമായ വൈറ്റമിൻ ചോദിച്ചാൽ വൈറ്റമിൻ ബി തന്നെയാണ്. മോണയുടെ ആരോഗ്യത്തിന് ആവശ്യമാണെങ്കിൽ വൈറ്റമിൻ സി തന്നെയാണ്. പ്രതിരോധ ശേഷിയാണെങ്കിൽ വൈറ്റമിൻ സി തന്നെയാണ്.
എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം അങ്ങനെ ചോദിച്ചാൽ വൈറ്റമിൻ ഡി ആണ്. ഓക്കെ, വൈറ്റമിൻ ഇയും നാഡികൾക്ക് ആവശ്യമാണ്. വൈറ്റമിൻ എയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മങ്ങളിൽ ഒന്ന് നമ്മുടെ പ്രത്യുൽപാദന വ്യവസ്ഥ. പ്രത്യേകം ഓർത്തു വെക്കുക, പ്രത്യുൽപാദന വ്യവസ്ഥയ്ക്ക് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. വേറെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ ആണ്. അപ്പൊ ഈ നമ്മുടെ സ്കൂൾ ടെസ്റ്റിലെ കട്ടിങ് ആയതുകൊണ്ട് ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് പഠിക്കാതെ. ഓക്കേടാ, യെസ്. അടുത്ത വിറ്റാമിനുകൾ, അവരുടെ സോഴ്സുകളും കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മുടെ സ്കൂൾ ടെസ്റ്റിലെ കട്ടിങ് തന്നെ, ഒന്ന് ഓർത്തു വെക്കുക, ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. നോക്കാം, നമ്മുടെ മത്സ്യം, ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരള്, ഇവിടെയൊക്കെ പ്രധാനമായിട്ട് കാണപ്പെടുന്ന വൈറ്റമിൻ എ ആണ്. ഓർത്തു വെക്കുക, മത്സ്യം, ക്യാരറ്റ്, ചീര, ദെൻ പാലുൽപ്പന്നങ്ങൾ, കരള്, ഇതിലൊക്കെ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. ഇനി മട്ടയരി, വളരെ ഇമ്പോർട്ടൻ്റ്, എക്സാമ്പിൾ ചോദിക്കാം. മട്ടയരിയിൽ നമ്മുടെ ബ്രൗൺ റൈസ് ഇല്ലയോ, മട്ടയരിയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി. അല്ലെങ്കിൽ ചോദിക്കാം തവിടിൽ കൂടുതലായി കാണപ്പെടുന്ന വൈറ്റമിൻ, അത് ബി ആണ് അല്ലെങ്കിൽ B1 ആണ്, തയാമിൻ ആണ്, നമുക്കറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, നെല്ലിക്ക, നാരങ്ങ, പഴങ്ങൾ, പപ്പായ, അതുപോലെ തന്നെ പേരക്കയും ഉണ്ട് കേട്ടോ. നെല്ലിക്ക, നാരങ്ങ, പഴങ്ങൾ, അതുപോലെ തന്നെ എന്താണ് പേരക്ക. ഇവിടെയൊക്കെ കൂടുതലായി കാണപ്പെടുന്ന വൈറ്റമിൻ സി ആണ്. പാലിലും മുട്ടയിലും ഇറച്ചിയിലും വൈറ്റമിൻ സി ഇല്ല. ഓർത്തു വെക്കുക, പാല്, മുട്ട, ഇറച്ചി എന്നിവിടങ്ങളിൽ കാണപ്പെടാത്ത വൈറ്റമിനാണ് വൈറ്റമിൻ സി. പിന്നെ മത്സ്യം, മുട്ട, പാലുൽപ്പന്നങ്ങൾ എന്നിവയിൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. പിന്നീട് നിലക്കടല, ബദാം, സസ്യ എണ്ണകൾ. ഈ പോയിന്റ് പ്രത്യേകം ഓർത്തു വെച്ചു. സസ്യ എണ്ണകളിൽ കൂടുതലായി കാണപ്പെടുന്ന വൈറ്റമിൻ ചോദിച്ചാൽ വൈറ്റമിൻ ഇ ആണ്. സസ്യ എണ്ണകളിൽ കൂടുതലായി കാണപ്പെടുന്ന വൈറ്റമിൻ ആണെങ്കിൽ വൈറ്റമിൻ ഇ ആണ്. പിന്നെ ക്യാബേജ്, കോളിഫ്ലവർ എന്നിവിടങ്ങളിൽ നമുക്ക് വൈറ്റമിൻ കെ കാണാം. ഇപ്പൊ സ്കൂൾ ടെസ്റ്റിലെ കട്ടിങ് ആണ്, നിസ്സാരമായിട്ട് കാണേണ്ട ഒരു പക്ഷേ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള മേഖല തന്നെയാണിത്. ഓക്കെ, അപ്പോൾ ഓരോ വൈറ്റമിൻസിന്റെ മെയിൻ സോഴ്സുകൾ മാത്രം നിങ്ങൾ ഓർത്തു വെച്ച് പഠിച്ചാൽ മതി. ഇനി വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ആണ് സ്കൂൾ ടെസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, വിറ്റാമിൻ എ കുറയുമ്പോൾ നിശാന്തത ഉണ്ടാകാറുണ്ട്. അതുപോലെ മറ്റൊന്നല്ലേ സിറോഫ്താൽമിയ, അല്ലയോ, നിശാന്തത അല്ലെങ്കിൽ സിറോഫ്താൽമിയ, നിശാന്തത അല്ലെങ്കിൽ സിറോഫ്താൽമിയ. ഓക്കെ, നിശാന്തതയെ നമ്മൾ നിക്കലോപ്പി എന്ന് പറയും. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ. സിറോഫ്താൽമിയ ആണെങ്കിൽ നമ്മുടെ കോർണിയ വരണ്ട് അധാര്യമായി പോകുന്ന അവസ്ഥയാണെന്ത്, സിറോഫ്താൽമിയ. കോർണിയ വരണ്ട് അധാര്യമായി അവസാനം അന്ധതയിലേക്ക് പോകാറുണ്ട്. വൈറ്റമിൻ ബി ആണെങ്കിൽ ഗ്ലോസിറ്റീസ് ഉണ്ടാകാം, അത് നാവിലെയും വീക്കമാണ്. പിന്നെ വായ്പുണ്ണൊക്കെ ഉണ്ടാകാറുണ്ട്. വൈറ്റമിൻ സി ആണെങ്കിൽ മോണയിൽ നമ്മുടെ രക്തസ്രാവം നമ്മൾ സ്കർവി എന്ന് പറയുന്നു. വൈറ്റമിൻ ഡി ആണെങ്കിൽ കണയാണ് അല്ലെങ്കിൽ റിക്കറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് വൈറ്റമിൻസിനെ കുറിച്ച്. അപ്പൊ ഞാൻ ജസ്റ്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് പോയിന്റുകൾ പറയാം, നിങ്ങളൊന്ന് റിവൈസ് ചെയ്തെടുക്കുക. ആദ്യം വൈറ്റമിൻസിന്റെ രാസനാമങ്ങളാണ്. വൈറ്റമിൻ എ വിളിച്ച പേര് റെറ്റിനോൾ എന്നാണ്. B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, നിക്കോട്ടിനിക് ആസിഡ്, നിയാസിനാമൈഡ്, B5 പാൻറ്റോത്തനിക് ആസിഡ്, B6 പിരഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സൈനോകോബാലമിൻ. ഓക്കെ ആണല്ലോ. ഇനി കണ്ണിന് ആവശ്യമായ വൈറ്റമിൻ എ ആണ്. കണ്ണിനും ത്വക്കിനും ആവശ്യമാണ്. ഇനി നാഡീവ്യവസ്ഥയ്ക്ക് ആവശ്യമായ വൈറ്റമിൻസ് ആണ് ബി. ഇനി B1 കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം എന്താ, നാഡീവ്യവസ്ഥയ്ക്ക് B1 ആവശ്യമാണ്. അത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, നമ്മളുടെ അരിയുടെ തവിടിൽ കാണപ്പെടുന്ന വൈറ്റമിൻ ചോദിച്ചാൽ അത് B1 തന്നെയാണത്. ഓർത്തു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വൈറ്റമിൻ B1 നമ്മൾ തയാമിനെ വിളിച്ചു, ഓൾറെഡി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വൈറ്റമിൻ B2 പ്രത്യേകത, വൈറ്റമിൻ B2 നമ്മൾ റൈബോഫ്ലാവിനെ വിളിക്കാറുണ്ട്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ B2 ആണ്. ഓക്കെ, അത് പ്രത്യേകം ഓർത്തു വെക്കുക. പാലിന്റെ ഇളം മഞ്ഞ നിറത്തിന് കാരണമാകുന്ന വൈറ്റമിൻ B2 തന്നെയാണ്. നമ്മൾ B3 അല്ലെ നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്ന് വിളിച്ചത്. B3 കുറയുമ്പോൾ ഏതവസ്ഥ ഉണ്ടാകാറുണ്ട്, അതാണ് പെല്ലഗ്രയിലെ നമ്മൾ 4D സിൻഡ്രോം അല്ലെങ്കിൽ 3D സിൻഡ്രോം എന്നൊക്കെ വിളിക്കുന്നത്. അത് പ്രത്യേകം ഓർത്തു വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്താണ് B5 നമ്മൾ പാൻറ്റോത്തനിക് ആസിഡ് എന്ന് വിളിക്കുന്നു. അതിന്റെ അളവ് കുറയുമ്പോൾ പരിസ്ഥീഷ്യ ഉണ്ടാകാറുണ്ട്. ഇനി B7 ആണെങ്കിൽ ബയോട്ടിൻ ആണ്. ഓക്കെ, ബയോട്ടിനെ നമ്മൾ തലമുടിക്ക് ആവശ്യമാണ്. തലമുടിയൊക്കെ കൊഴിഞ്ഞു പോകാൻ ഒരു കാരണമായിട്ട് പറയുന്നത് B7 ഡെഫിഷ്യൻസിയാണ്, ബയോട്ടിന്റെ ഡെഫിഷ്യൻസിയാണ്. ഓക്കെ, നമ്മൾ B6 പറഞ്ഞല്ലോ. B6 നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, B6 ആണ് പിരഡോക്സിൻ. B6 അളവ് കുറയുമ്പോഴാണ് മൈക്രോസൈറ്റിക് അനീമിയ ഉണ്ടാകുന്നത്. B9 ആണ് നമ്മുടെ ഫോളിക് ആസിഡ്. B9 അളവ് കുറയുന്ന അവസ്ഥയാണ് മാക്രോസൈറ്റിക് അനീമിയ അല്ലെങ്കിൽ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ഓക്കെ ആണല്ലോ. B12 ആണ് സൈനോകോബാലമിൻ. ആ B12 അളവ് കുറയുമ്പോൾ ഏതവസ്ഥ ഉണ്ടാകാറുണ്ട്, പെർനീഷ്യസ് അനീമിയ ഉണ്ടാകാറുണ്ട്. പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് എന്താണത്, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ആണ്. ഇനി ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി നമ്മുടെ കുടലിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ചോദിച്ചാൽ ഏതൊക്കെയാണ്, വൈറ്റമിൻ കെ വരുന്നുണ്ട്, വൈറ്റമിൻ B5 വരുന്നുണ്ട്, വൈറ്റമിൻ B7 വരുന്നുണ്ട്, വൈറ്റമിൻ B12 വരുന്നുണ്ട്. കിട്ടിയല്ലോ. പണ്ടുകാലത്ത് വൈറ്റമിൻ ജി എന്ന് വിളിച്ചത് B2 പണ്ടുകാലത്ത് വൈറ്റമിൻ എച്ച് എന്ന് വിളിച്ചത് B7 പണ്ടുകാലത്ത് വൈറ്റമിൻ എം എന്ന് വിളിച്ചത് B9 വൈറ്റമിൻ PP എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B3 ആണ്. PP എന്ന് പറഞ്ഞാൽ പെല്ലഗ്ര പ്രിവെന്റിംഗ് വൈറ്റമിൻ എന്നാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് വൈറ്റമിൻസിനെ കുറിച്ച് നമുക്ക് ഏറെക്കുറെ പറയാനുള്ളത്. ഇനി അതിന്റെ ആ ഒരു
നെയിംസുകൾ കൂടി ഒന്ന് നോക്കിക്കോളൂ നിങ്ങൾ. ആന്റി ഓക്സിഡന്റുകൾ അല്ലെങ്കിൽ ആന്റി ക്യാൻസറുകൾ അല്ലെങ്കിൽ നിരോക്സികാരികൾ, ഈ 3 പേരിലും അറിയപ്പെടുന്ന വൈറ്റമിൻസ് ആണ് എയും സിയും ഇയും. അപ്പൊ ആന്റി ഓക്സിഡന്റുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നിരോക്സികാരികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ നമുക്ക് 3 വൈറ്റമിൻസ് ഉണ്ട്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ ആണ്. ഇനി ആന്റി സിറോഫ്താലമിക് വൈറ്റമിൻ ആണെങ്കിൽ വൈറ്റമിൻ എ ആണ്. ആന്റി റിക്കറ്റിക് വൈറ്റമിൻ ആണെങ്കിൽ വൈറ്റമിൻ ഡി ആണ്. ആന്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ ആണെങ്കിൽ വിറ്റാമിൻ ഇ ആണ്. ആന്റി ഹെമറേജിക് വിറ്റാമിൻ ആണെങ്കിൽ വിറ്റാമിൻ കെ ആണ്. ആന്റി പെല്ലഗ്ര വിറ്റാമിൻ ആണെങ്കിൽ വൈറ്റമിൻ B3 ആണ്. കിട്ടിയല്ലോ. വൈറ്റമിൻ ഡി കുറയുന്ന സമയത്ത് കുട്ടികളിലാണെങ്കിൽ കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ഉണ്ടാകാറുണ്ട്. മുതിർന്നവരിലാണെങ്കിൽ ഓസ്റ്റിയോമലേസിയ അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് വൈറ്റമിൻസിന്റെ ഏറെക്കുറെ പോയിന്റ്സുകൾ. ഓൾറെഡി റിവിഷൻ ക്ലാസ്സുകളിലും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വൈറ്റമിനുമായി ബന്ധപ്പെട്ട് ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പോയിന്റ് കൂടെ പറയാൻ മതി. ഞാൻ റിവിഷൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ചൂടാക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ അല്ലെങ്കിൽ ആഹാര പദാർത്ഥങ്ങൾ തുറന്നു വേവിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി ആണ്. ഓക്കെ, മൂത്രത്തിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ ബിയും സിയുമാണ്. അരി കഴുകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ ആണെങ്കിൽ B1 ആണ്, തയാമിൻ ആണ്. സൂര്യപ്രകാശം നേരിട്ട് പതിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ ആണെങ്കിൽ വൈറ്റമിൻ B2 ആണ്, റൈബോഫ്ലാവിൻ ആണ്. എന്നാൽ സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ആണെങ്കിൽ വൈറ്റമിൻ ഡി ആണ്. അത് പ്രത്യേകം ഓർത്ത് വെക്കാം. യെസ്, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഇനി നമ്മുടെ ഹ്യൂമൻ ബോഡിയിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മൾ വൈറ്റമിൻ എന്ന പാർട്ട് കഴിഞ്ഞു. അടുത്ത നമ്മുടെ ഹ്യൂമൻ ബോഡിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? നമുക്കറിയാം, വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് നമ്മുടെ ത്വക്ക് അല്ലെങ്കിൽ സ്കിന്ന്. ഏറ്റവും വലിയ അവയവം മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയ, ഏറ്റവും വലിയ സെൻസ് ഓർഗൻ കൂടിയാണ്, അല്ലയോ? ഏറ്റവും വലിയ അവയവമായിക്കോട്ടെ, ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമായിക്കോട്ടെ, ഏറ്റവും വലിയ വിസർജന അവയവം എന്താണ്? ഏറ്റവും വലിയ വിസർജന അവയവം എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? നമ്മളുടെ ത്വക്ക് തന്നെയാണത്. ത്വക്കിനെ കുറിച്ചുള്ള പഠനമാണ് ഡെർമറ്റോളജി. ഓക്കെ, ത്വക്കിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്താണ്? നമ്മുടെ ശരീര താപനില നിലനിർത്തുക. ശരീര താപനില നിലനിർത്താൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ത്വക്ക്. അതുകൂടി ഓർത്ത് വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് കരളിന്റെ പ്രത്യേകത? നമുക്കറിയാം, ഏറ്റവും വലിയ ഗ്രന്ഥിയാണ്. ഏറ്റവും ഭാരം കൂടിയ ആന്തരിക അവയവമാണ്, അല്ലയോ? അപ്പൊ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിച്ചാൽ കരളാണ്. ഏറ്റവും ഭാരം കൂടിയ ആന്തരിക അവയവം ചോദിച്ചാലും കരൾ തന്നെയാണ്. ശരീരത്തിലെ കെമിക്കൽ ലാബ് അല്ലെങ്കിൽ രാസപരീക്ഷണശാല എന്നാണ് കരളിനെ വിളിക്കുന്നത്. യൂറിയ നിർമ്മിക്കപ്പെടുന്നത് കരളിലാണ്. കരളാണ് അമോണിയ യൂറിയയാക്കി മാറ്റുന്നത്. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ പ്ലാസ്മ പ്രോട്ടീനുകളൊക്കെ നിർമ്മിക്കപ്പെടുന്നത് കരളിലാണ്. രക്തം കട്ടുപിടിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് കരളിലാണ്. ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗം ബാധിക്കുന്നത് കരളിനെയാണ്. അമില മദ്യപാനികളിലെ കരളിലെ കോശങ്ങൾ നശിച്ചു പോകുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ലിവർ സിറോസിസ്. കിട്ടിയല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കരളുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക. ഇനി അടുത്ത ഹൃദയമാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ പമ്പ് എന്ന് വിളിക്കുന്ന അവയവമല്ലേ ഹൃദയം. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി. കരളിനെ കുറിച്ചുള്ള പഠനമാണെങ്കിൽ ഹെപ്പറ്റോളജിയാണ്. ഹൃദയമാണെങ്കിൽ കാർഡിയോളജിയാണ്. ശരീരത്തിലെ പമ്പ് എന്നാണ് വിളിക്കുന്നത് ഹൃദയത്തിന്റെ പ്രത്യേകത. ഓക്കെ, അർബുദം ബാധിക്കാത്ത, ക്യാൻസർ ബാധിക്കാത്ത ശരീരത്തിലെ അവയവമായി കണക്കാക്കുന്നത് ഹൃദയത്തെയാണ്. വൃക്കയെക്കുറിച്ച് നമുക്കറിയാം, വൃക്കയെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജിയാണ്. നമ്മുടെ ശരീരത്തിലെ മുഖ്യ വിസർജന, നമ്മുടെ ശരീരം മാത്രമല്ല നട്ടെല്ലുള്ള എല്ലാ ജീവികളിലെയും മുഖ്യ വിസർജന അവയവമാണ് വൃക്ക. ഓക്കെ, നമുക്ക് ഒരു ജോഡി വൃക്കകളുണ്ട്. അമരവിത്തിന്റെ ആകൃതിയിലാണ് വൃക്ക ഇരിക്കുന്നത്. നമ്മുടെ ഉദരാശയത്തിലെ നട്ടെല്ലിന്റെ പിറകിലായിട്ടാണ് നമ്മുടെ വൃക്ക ഇരിക്കുന്നത്. വൃക്കയുടെ അടിസ്ഥാനം, വൃക്കയ്ക്ക് 2 ഭാഗമുണ്ട്. വൃക്കയുടെ പുറം ഭാഗത്തെ വിളിക്കുന്ന പേരെന്താ? കോർട്ടക്സ് എന്ന് പറയും. വൃക്കയുടെ പുറം ഭാഗമാണ് കോർട്ടക്സ്. വൃക്കയുടെ ഉൾഭാഗത്തെ വിളിക്കുന്ന പേരെന്താ? മെഡുല എന്ന് പറയും. ഓക്കെ, കോർട്ടക്സ് ആണെങ്കിൽ ഇളം നിറത്തിലാണ്, മെഡുലയാണെങ്കിൽ കടും നിറത്തിലാണ്. ഇനി വൃക്കയുടെ അടിസ്ഥാന ഘടകമല്ലേ നെഫ്രോണുകൾ. നമ്മുടെ വൃക്കയുടെ അടിസ്ഥാന ഘടകമാണ് നെഫ്രോണുകൾ. വൃക്കയുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്താണ്? നമ്മുടെ രക്തത്തിൽ നിന്ന് മൂത്രം പോണക്കുള്ള അല്ലെങ്കിൽ യൂറിയ പോണക്കുള്ള മാലിന്യങ്ങളെ അരിച്ചു മാറ്റുക. ഓക്കെ, അപ്പൊ നമ്മുടെ രക്തത്തിൽ നിന്ന് യൂറിയ പോലുള്ള മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അവയവമാണ് വൃക്ക. യൂറിയ ഉണ്ടാകുന്നത് കരളിലും എന്നാൽ രക്തത്തിൽ നിന്ന് യൂറിയ അരിച്ചു മാറ്റുന്ന അവയവം ചോദിച്ചുള്ളത് വൃക്കയാണ്. ക്ലിയർ ആണല്ലോടാ ഇത്രയും കാര്യങ്ങള്? യെസ്. അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. മനുഷ്യരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206 ആണ്. ആണല്ലോ. നമുക്ക് 206 അസ്ഥികളെ 2 ഗ്രൂപ്പുകളായി തിരിക്കാമല്ലോ. ഏതൊക്കെയാണ്? അക്ഷാസ്ഥികൂടവുമുണ്ട്, അനുബന്ധാസ്ഥികൂടവുമുണ്ട്. എത്രയായിരുന്നു അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം? എത്രയാണ്? 80 ആണ്. എത്രയാണ് അനുബന്ധാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം? 126 ആണ്. അല്ലെ മക്കളെ? നമുക്ക് ആകെ നമുക്ക് 206 അസ്ഥികളുണ്ട്. അതിൽ നമുക്ക് 2 ഡിവിഷൻസ് ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? അക്ഷാസ്ഥികൂടമുണ്ട്, അനുബന്ധാസ്ഥികൂടമുണ്ട്. അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 80 ആണ്. അനുബന്ധാസ്ഥികൂടമാണെങ്കിൽ 126 ആണ്. എങ്ങനെയാണ് ഈ 80 എങ്ങനെ വന്നത് പറഞ്ഞ നമ്മുടെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണമാണെങ്കിൽ നമുക്ക് 20 എത്രയാണ്? നമുക്ക് 2 പറയാം. തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം 22 ആണ്. ഓക്കെ, 22. അതായത് നമ്മുടെ തലയോട്ടിയിൽ, അതിൽ നമ്മുടെ മുഖത്ത് എത്ര വരുന്നതാണ്? മുഖത്തെ അസ്ഥികളുടെ എണ്ണമാണെന്നുണ്ടെങ്കിൽ
14 നമ്മുടെ കപാലത്തിലെ അസ്ഥികളുടെ എണ്ണമാണെങ്കിൽ 8 നമ്മുടെ ചെവിയിലെ അസ്ഥികളുടെ എണ്ണമാണെങ്കിൽ എത്രയാണ്? 6 ഒരു ചെവിയിൽ 3, 2 ചെവിയിലും കൂടെ 6 വരുന്നുണ്ട്. നമ്മുടെ തൊണ്ടയിലെ അസ്ഥികളുടെ എണ്ണം എത്ര വരുന്നുണ്ട് പറഞ്ഞു? 1 ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് 29 പറയാം. ഓക്കെ, നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം 29 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ 29 വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം എത്രയാണ്? നമ്മുടെ മുഖത്തെ അസ്ഥികളുടെ എണ്ണം 14, നമ്മുടെ കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം 8, നമ്മുടെ ചെവിയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 6, നമ്മുടെ തൊണ്ടയിലെ അസ്ഥികളുടെ എണ്ണം 1. അങ്ങനെ നമുക്ക് എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര അസ്ഥികൾ വരുന്നുണ്ട്? നമുക്ക് ഏകദേശം 29 അസ്ഥികളാണ് തലയോട്ടിയിൽ വരുന്നത്. കിട്ടിയല്ലോ? അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, നമ്മുടെ മാറലിലെ അസ്ഥികൾ, മാറലിലെ അസ്ഥി ഒരെണ്ണം മാത്രമാണ്. മാറലിലെ അസ്ഥികളുടെ എണ്ണം 1. നമ്മുടെ വാരിയല്ലുകളാണെങ്കിൽ 24 അല്ലെങ്കിൽ 12 ജോഡിയാണ് വരുന്നത്. നട്ടലിലെ അസ്ഥികളുടെ എണ്ണം 26. ഞാൻ പെട്ടെന്ന് എഴുതി തരാം, നിങ്ങൾ ശ്രദ്ധിക്കണേന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ അക്ഷാസ്ഥികൂടം അല്ലയോ? അക്ഷാസ്ഥികൂടം ഏതൊക്കെയാണ്? അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ നമുക്ക് നോക്കാം. ആകെ എത്ര അസ്ഥികളുണ്ട് പറഞ്ഞു? 80 അസ്ഥികളുണ്ട് അല്ലയോ? അതിൽ നമ്മുടെ തലയോട് എത്രയാ? തലയോട്ടിലെ അസ്ഥികളുടെ എത്രയാണ്? 29 അല്ലേ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ എവിടെയാണ് നമ്മളുടെ മാറല്? എത്ര മാറലുണ്ട്? മാറലിലെ അസ്ഥികളുടെ എണ്ണം 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാരിയല് എത്രയാണ്? നമ്മുടെ വാരിയലിലെ അസ്ഥികളുടെ എണ്ണം എത്ര? 24 അല്ലെങ്കിൽ 12 ജോഡിയാണ് അല്ലേ? ആണല്ലോ. എത്രയാണ് നമ്മളുടെ നട്ടലിലെ അസ്ഥികളുടെ എണ്ണമാണെങ്കിൽ മക്കളെ 26 അല്ലയോ? ഇങ്ങനെയാണ് നമുക്ക് 80 അസ്ഥികൾ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ അക്ഷാസ്ഥികൂടത്തിൽ 80 അസ്ഥികളുണ്ട്. തലയോടാണെങ്കിൽ 29. 29 എങ്ങനെ വന്നത് നമുക്കറിയാം. എങ്ങനെയാ വന്നത് പറഞ്ഞു? മുഖത്തെ അസ്ഥികളുടെ എണ്ണം 14, കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം 8, ചെവിയിലെ അസ്ഥികളുടെ എണ്ണം 6, തൊണ്ടയിലെ അസ്ഥികളുടെ എണ്ണം 1. അങ്ങനെയാണ് നമുക്ക് 29 വരുന്നത്. പിന്നീട് വരുന്നത് എവിടെയാണ്? നമ്മുടെ മാറലിലാണെങ്കിൽ നമ്മുടെ ബ്രസ്റ്റ് ബോൺ, സ്റ്റേർണം ഒരെണ്ണേ ഉള്ളൂ നമുക്ക്. വാരിയല്ലുകളാണെങ്കിൽ 12 ജോഡിയാണ്, 24 വരുന്നത്. നട്ടലിലെ അസ്ഥികളുടെ എണ്ണം 26. ഇങ്ങനെയാണ് 80 അസ്ഥികൾ അക്ഷാസ്ഥികൂടത്തിന്റെ ഭാഗമായി വരുന്നത്. എക്സാമിന് ചോദിക്കാം, ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അനുബന്ധാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? അനുബന്ധാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 126 അല്ലയോ? എങ്ങനെയാ മക്കളെ 126 വരുന്നു എന്ന് പറഞ്ഞേ? നമ്മുടെ ഒരു കൈയില് 30 അസ്ഥികൾ, 2 കൈയിലും കൂടെ 60 അസ്ഥികൾ അല്ലയോ? നമ്മുടെ ഒരു കാലില് 30 അസ്ഥികൾ, 2 കാലിലും കൂടെ എത്രയാണ്? 60 അസ്ഥികൾ. അപ്പൊ എത്രയായി? 120 ഇല്ലയോ? പിന്നെ എങ്ങനെയാണ്? നമുക്കറിയാം നമ്മുടെ ഒരു തോളില് 2 അസ്ഥിയാണ് അല്ലേ? ഇവിടെ നമ്മൾ തോൾ വലയം എന്ന് പറയും. ഇവിടെ 2 അസ്ഥി, ഇവിടെ 2 അസ്ഥി. തോൾ എത്ര വരുന്നുണ്ട്? 4 അസ്ഥികളാണ് തോൾ വലയത്തിൽ വരുന്നത്. തോൾ വലയത്തിലെ അസ്ഥികളുടെ എണ്ണം 4 വരുന്നുണ്ട്. ഇത് നമ്മുടെ ഇടുപ്പാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശ്രോണി വലയം എന്ന് പറയും. നമ്മുടെ ഇടുപ്പ്, ഹിപ്പ്, ശ്രോണി വലയത്തിലെ അസ്ഥികളുടെ എണ്ണം 2. ഓക്കെ, അപ്പൊ 2 കൈയിലും കൂടെ 60, 2 കാലിലും കൂടെ 60, 2 തോൾ വലയത്തിലും കൂടെ 4 വരുന്നുണ്ട്, 2 ഇടുപ്പിലും കൂടെ 2 വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് 126 അസ്ഥികളാണ് ഇതിന്റെ ഭാഗമായി വരുന്നത് അനുബന്ധ അസ്ഥികൂടം. ഇതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്. ഇതെല്ലാം റിവൈസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ലാസ്റ്റ് മൊമെന്റിൽ നമ്മൾ വീണ്ടും കാര്യങ്ങൾ പഠിക്കുകയല്ല. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ സ്ട്രോങ് ആക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ക്ലാരിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഹൃദയത്തിന് എത്ര അറകളുണ്ട്? നമുക്കറിയാം നമ്മുടെ മനുഷ്യ ഹൃദയത്തിൽ അറകളുടെ എണ്ണം 4 അല്ലയോ? ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ്? 4. ഏതൊക്കെയാണ് 4 അറകൾ എന്ന് പറഞ്ഞാൽ? ഹൃദയത്തിലെ അറകളുടെ എണ്ണം 4 അല്ലയോ? ഏതൊക്കെയാണ്? നമുക്ക് വലത് ഏട്രിയം ഉണ്ട്, നമുക്ക് ഇടത് ഏട്രിയം ഉണ്ട്, നമുക്ക് വലത് വെൻട്രിക്കിൾ ഉണ്ട്, നമുക്ക് ഇടത് വെൻട്രിക്കിൾ ഉണ്ട് അല്ലയോ? ഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാ പറഞ്ഞു? 4. ഹൃദയത്തിന്റെ മുകളിലത്തെ അറകളെ വിളിക്കുന്ന പേരല്ലേ ഏട്രിയം അല്ലെങ്കിൽ ഓറിക്കിൾ. ഹൃദയത്തിന്റെ താഴത്തെ അറകളെ വിളിക്കുന്ന പേരല്ലേ വെൻട്രിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ വലത് ഏട്രിയം, ഇടത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ, ഇടത് വെൻട്രിക്കിൾ. ഓക്കെ, അങ്ങനെയാണ് ചോദിക്കട്ടെ, ശുദ്ധരക്തത്തെ സ്വീകരിക്കുന്ന ഹൃദയത്തിന്റെ അറ ഏതാണ്? ശുദ്ധരക്തത്തെ സ്വീകരിക്കുന്ന ഹൃദയത്തിന്റെ അറയാണ് ലെഫ്റ്റ് ഏട്രിയം അല്ലയോ? അല്ലെങ്കിൽ ഇടത് ഏട്രിയമാണ്. ശുദ്ധരക്തത്തെ സ്വീകരിക്കുന്ന ഓക്സിജനേറ്റഡ് അല്ലയോ? നമുക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്നൊക്കെ പറയാം. ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലയോ? അപ്പൊ ശുദ്ധരക്തത്തെ സ്വീകരിക്കുന്ന ഹൃദയത്തിന്റെ അറ ഏതാണ്? അപ്പൊ ഇവിടേക്ക് വരുന്ന എന്താണ്? ശുദ്ധരക്തമാണ്. അപ്പൊ ശുദ്ധരക്തത്തെ സ്വീകരിക്കുന്ന ഹൃദയത്തിന്റെ അറയാണ് പറഞ്ഞു നമ്മളുടെ ഇടത് ഏട്രിയം. അങ്ങനെയാണെങ്കിൽ അശുദ്ധരക്തത്തെ സ്വീകരിക്കുന്ന ഹൃദയത്തിന്റെ അറ ഏതാണ്? അശുദ്ധരക്തത്തെ സ്വീകരിക്കുന്ന ഹൃദയത്തിന്റെ അറയാണ് ഇത് നമ്മളുടെ വലത് ഏട്രിയം. ഏറ്റവും കട്ടി കൂടിയ ഹൃദയത്തിന്റെ അറയാണെങ്കിൽ നമ്മളുടെ ഇടത് ഏട്രിയമാണ്, ഇടത് വെൻട്രിക്കിളാണ്. ഏറ്റവും കട്ടി കൂടിയ ഹൃദയത്തിന്റെ അറയാണെങ്കിൽ ഇടത് വെൻട്രിക്കിളാണ്. അപ്പൊ ഹൃദയത്തിലെ അറകളുടെ എണ്ണം 4. ശുദ്ധരക്തത്തെ സ്വീകരിക്കുന്ന ഹൃദയത്തിന്റെ അറ എത്രയാണ്? ഇടത് ഏട്രിയമാണ്. അശുദ്ധരക്തത്തെ സ്വീകരിക്കുന്ന ഹൃദയത്തിന്റെ അറയാണെങ്കിൽ വലത് ഏട്രിയമാണ്. ഏറ്റവും കട്ടി കൂടിയ ഹൃദയത്തിന്റെ അറയാണെങ്കിൽ ഏതാണ്? നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളാണ്, ഇടത് വെൻട്രിക്കിളാണ്. കിട്ടിയല്ലോ? ഊർധ്വമഹാസിരയും അധോമഹാസിരയും. ഊർധ്വമഹാസിരയും അധോമഹാസിരയും രക്തത്തെ കൊണ്ടുപോകുന്നത് എവിടേക്കാണ്? നമ്മുടെ വലത് ഏട്രിയത്തിലേക്കാണ്. ശ്വാസകോശ സിര രക്തത്തെ കൊണ്ടുപോകുന്നത് എവിടേക്കാണ്? നമ്മുടെ ഇടത് ഏട്രിയത്തിലേക്കാണ്. നമ്മുടെ വലത് വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിക്കുന്നതാണ് ശ്വാസകോശ ധമനി, ഇടത് വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിക്കുന്നതാണ് മഹാധമനി. ശരീരത്തിലെ
ഏറ്റവും വലിയ രക്തക്കുഴലാണ് എന്ത്? മഹാധമനി. ഏറ്റവും വലിയ ധമനി ചോദിച്ചു കഴിഞ്ഞാൽ മഹാധമനി തന്നെയാണ്. അശുദ്ധ രക്തം വഹിക്കുന്ന ഒരേ ഒരു ധമനിയാണ് നമ്മുടെ ശ്വാസകോശ ധമനി. ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സിരയാണ് ശ്വാസകോശ സിരകൾ. ഹൃദയത്തിലെ വാൽവുകളുടെ എണ്ണം 4 നമ്മുടെ വലത്തെ അറകൾക്കിടയിൽ നോക്ക് നമ്മുടെ വലത്തെ അറകൾക്കിടയിൽ നമുക്ക് ആരെ കാണാം? ട്രൈക്കസ്പിഡിനെ കാണാം ഇല്ലേ? വലത്തെ അറകൾക്കിടയിൽ ഏത് വാൽവാണ്? ട്രൈക്കസ്പിഡ് ആണ്. ഇടത്തെ അറകൾക്കിടയിൽ ഏത് വാൽവാണ്? ബൈക്കസ്പിഡ് ആണ്. ബൈക്കസ്പിഡിനെ വിളിക്കുന്ന മറ്റൊരു പേരല്ലേ നമ്മൾ മിട്രൽ വാൽവ് എന്ന് വിളിക്കുന്നത്, അല്ലയോ? ഇനി നമുക്കറിയാം നമ്മുടെ വലത് വെൻട്രിക്കിളിൽ നിന്ന് ശ്വാസകോശ ധമനി ആരംഭിക്കുന്നുണ്ടല്ലോ. വലത് വെൻട്രിക്കിളിൽ നിന്ന് ശ്വാസകോശ ധമനി ആരംഭിക്കുന്ന ഭാഗത്ത് നമുക്കൊരു വാൽവിനെ കാണാം. ഈ വാൽവിനെ വിളിക്കുന്ന പേരെന്താ? സെമി ലൂണാർ വാൽവ് എന്ന് പറയും, ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, നമ്മുടെ ഇടത് വെൻട്രിക്കിളിൽ നിന്ന് നമ്മുടെ മഹാധമനി ആരംഭിക്കുന്ന ഭാഗത്ത് നമുക്കൊരു വാൽവിനെ കാണാം. ആ വാൽവും എന്ത് തന്നെയാണ്? സെമി ലൂണാർ ആണ്. അപ്പൊ 2 സെമി ലൂണാർ വാൽവുകളുണ്ട്. എവിടെ കാണപ്പെടുന്നത്? നമ്മുടെ വലത് വെൻട്രിക്കിളിൽ നിന്ന് ശ്വാസകോശ ധമനി ആരംഭിക്കുന്ന ഭാഗത്ത്. വലത് വെൻട്രിക്കിളിൽ നിന്ന് ശ്വാസകോശ ധമനി ആരംഭിക്കുന്ന ഭാഗത്തും ഇടത് വെൻട്രിക്കിളിൽ നിന്ന് മഹാധമനി ആരംഭിക്കുന്ന ഭാഗത്തും നമുക്ക് ആരെ കാണാം? 2 സെമി ലൂണാർ വാൽവുകളുണ്ട്. ഹൃദയത്തിലെ വാൽവുകളുടെ എണ്ണം എത്രയാണ്? 4. വലത്തെ അറകൾക്കിടയിൽ ട്രൈക്കസ്പിഡ്, ഇടത്തെ അറകൾക്കിടയിൽ ബൈക്കസ്പിഡ്, ശ്വാസകോശ ധമനിയും മഹാധമനിയും തുടങ്ങുന്ന ഭാഗത്ത് സെമി ലൂണാർ വാൽവുകൾ. കിട്ടിയല്ലോ? ഓക്കെ ആണല്ലോ? ഹൃദയത്തെ പൊറിഞ്ഞു കാണപ്പെടുന്ന ഇരട്ടസ്തരമുണ്ട്, അതിനെ വിളിക്കുന്നവരാണ് പെരികാർഡിയം. ശ്വാസകോശത്തെ പൊറിഞ്ഞു കാണപ്പെടുന്ന ഇരട്ടസ്തരമാണെങ്കിൽ പ്ലൂറയാണ്. അതുപോലെ അസ്ഥികളെ പൊറിഞ്ഞു കാണപ്പെടുന്ന ഒരു സ്ഥലമാണെങ്കിൽ അത് പെരിയോസ്റ്റിയമാണ്. തലച്ചോറിനെ പൊറിഞ്ഞു കാണപ്പെടുന്ന സ്ഥലമാണെങ്കിൽ അത് മെനിഞ്ചസ് ആണ്. മെനിഞ്ചസിന് 3 പാളികളുണ്ട്. ഓക്കെ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? നമുക്കറിയാം ഇൻസുലിൻ ഒരു ഹോർമോൺ ആണ്, അല്ലയോ? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് നമ്മുടെ പാൻക്രിയാസ്. എന്താണത്? പാൻക്രിയാസ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്താണ് ഇൻസുലിന്റെ ധർമ്മം. നമുക്കറിയാം നമ്മുടെ പാൻക്രിയാസിലെ ഒരു കൂട്ടം കോശങ്ങളുണ്ട്. അവരെ വിളിക്കുന്ന പേരല്ല ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണല്ലോ. നമ്മുടെ പാൻക്രിയാസിൽ ആരുണ്ട്? ഒരു കൂട്ടം കോശങ്ങളുണ്ട്, അല്ലയോ? നമ്മുടെ പാൻക്രിയാസിലെ ഒരു കൂട്ടം കോശങ്ങളുണ്ട്. നമ്മൾ ആ കോശങ്ങളെ വിളിക്കുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. പാൻക്രിയാസിൽ കാണപ്പെടുന്ന ഹോർമോണുകളെ ഉണ്ടാക്കുന്ന ഒരു കൂട്ടം കോശങ്ങളാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് 2 തരത്തിലുള്ള സെൽസുകളുണ്ട്. ഏതൊക്കെയാ? ആൽഫ സെൽസും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? ബീറ്റ സെൽസും ഉണ്ട്, അല്ലയോ? ആൽഫ സെൽസുകൾ ഉണ്ടാക്കുന്ന ഹോർമോൺ അല്ലേ കുട്ടികളെ? ഗ്ലൂക്കഗോൺ. ബീറ്റ സെൽസുകൾ ഉണ്ടാക്കുന്ന ഹോർമോൺ അല്ലേ? ഇൻസുലിൻ, അല്ലെ? ആണല്ലോ. എന്താണ് ഗ്ലൂക്കഗോണിന്റെ ധർമ്മം? രക്തത്തിലെ ഷുഗർ ലെവൽ കുറയ്ക്കുക, ഇല്ലയോ? ബ്ലഡ് ഷുഗർ ലെവൽ ഉയർത്തുക എന്നുള്ളതാണ് ആരുടെ പ്രധാനപ്പെട്ട ധർമ്മം? പറഞ്ഞു, ഗ്ലൂക്കഗോൺ, അല്ലെ? എന്നാൽ രക്തത്തിലെ ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുക എന്നുള്ളതാണ് ഇൻസുലിന്റെ പ്രധാനപ്പെട്ട ധർമ്മം. എപ്പോഴും BSc ചോദിക്കുന്നതാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഉയർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഗ്ലൂക്കഗോൺ ആണ്. മറന്നുപോകല്ലേ? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ഉയർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഗ്ലൂക്കഗോൺ ആണ്. അതുകൊണ്ട് ഗ്ലൂക്കഗോണിനെ വിളിക്കുന്ന പേരിൽ ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ. എന്താ വിളിക്കുന്ന പേര്? ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ്, രക്തത്തിലെ ഷുഗർ ലെവല് താഴ്ത്താൻ സഹായിക്കുന്ന ഹോർമോൺ അല്ലേ ഇൻസുലിൻ. ഇൻസുലിനെ വിളിക്കുന്ന പേരെന്താ? നമ്മൾ ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ എന്ന് വിളിക്കാറുണ്ട്. ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ. ഇൻസുലിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടുകയും ഈ ഗ്ലൂക്കോസ് മൂത്രം വഴി പുറത്തു പോവുകയും ചെയ്യുന്നു. നമ്മൾ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരല്ല പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് മെല്ലിറ്റസ്, അല്ലെ? പ്രമേഹം ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. ടൈപ്പ് 1 പ്രമേഹമാണെങ്കിൽ അതൊരു ജുവനൈൽ ഡയബറ്റീസ് എന്ന് വിളിക്കാറുണ്ട്. അതൊരു സ്വയം പ്രതിരോധ വൈകല്യത്തിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത്. ടൈപ്പ് 2 പ്രമേഹമാണെങ്കിൽ അതൊരു ജീവിതശൈലി രോഗമാണ്, ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ്. കിട്ടിയല്ലോ? അത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. പാൻക്രിയാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. പാൻക്രിയാസ് ഒരു സമ്മിശ്ര ഗ്രന്ഥിയാണ്. കാരണം എന്താണ്? അതിന് ഒരു ബഹിർസ്രാവ്യ ഗ്രന്ഥിയായിട്ടും അന്തസ്രാവ്യ ഗ്രന്ഥിയായിട്ടും പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. അതാണ് നമ്മൾ ആരുടെ പ്രത്യേകത പറഞ്ഞു? നമ്മളുടെ പാൻക്രിയാസ്. നമുക്ക് തൈറോയ്ഡ് ഗ്രന്ഥി, ഏറ്റവും വലിയ അന്തസ്രാവ്യ ഗ്രന്ഥിയല്ലേ തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥി ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോൺ അല്ലേ തൈറോക്സിൻ. എന്താണ് തൈറോക്സിന്റെ പ്രധാനപ്പെട്ട ധർമ്മം? നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. തൈറോക്സിന്റെ അളവ് കുട്ടികളിൽ കുറഞ്ഞു കഴിഞ്ഞാൽ വളർച്ച മുരടിച്ചു പോകുന്നു, ബുദ്ധിമാന്ദ്യം ഉണ്ടാകുന്നു. ആ കണ്ടീഷനെ വിളിക്കുന്ന പേരല്ലേ ക്രെട്ടനിസം ആണോ? ഇനി തൈറോക്സിന്റെ അളവ് മുതിർന്നവരിലാണ് കുറയുന്നതെങ്കിൽ എന്തുണ്ടാകാറുണ്ട്? ശരീരം വീങ്ങി വരാറുണ്ട്. നമ്മളെ കണ്ടീഷനെ വിളിക്കുന്ന പേരല്ലേ മിക്സഡിമ. അപ്പൊ തൈറോക്സിന്റെ അളവ് കുറയുമ്പോൾ കുട്ടികളിലാണെങ്കിൽ ക്രെട്ടനിസം ആണ്, മുതിർന്നവരിലാണെങ്കിൽ മിക്സഡിമയാണ്. ഇത് രണ്ടും ഹൈപ്പോതൈറോയിഡിസം ആണ്. തൈറോക്സിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന കണ്ടീഷനാണ്. ഇനി തൈറോക്സിന്റെ അളവ് ഒരുപാട് കൂടുകയാണെങ്കിൽ കണ്ണുകളൊക്കെ പുറത്തേക്ക് തള്ളി വരുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. ആ അവസ്ഥയെ വിളിക്കുന്ന പേരല്ല എക്സോഫ്താൽമിക് ഗോയിറ്റർ ആണല്ലോ. കണ്ണുകൾ പുറത്തേക്ക് തള്ളി വരുന്നുണ്ട്, ശരീരം മെലിഞ്ഞു വരുന്നുണ്ട്.
ഇതൊക്കെയാണ് എക്സോതാൽമിക് ഗോയിറ്റർ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഗ്രേവ്സ് രോഗം എന്നൊക്കെ വിളിക്കാറുണ്ട്. കണ്ണുകൾ പുറത്തേക്ക് തള്ളി വരുന്ന അവസ്ഥ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ധാതുവാണ് അയോഡിൻ. അയോഡിന്റെ അളവ് കുറയുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി വെളിയിലേക്ക് വീങ്ങി വരുന്നുണ്ട്. ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണെന്ത്, ഗോയിറ്റർ. ഓക്കെ, ഇത് തൈറോയ്ഡ് ഗ്രന്ഥി ഉണ്ടാക്കുന്ന മറ്റൊരു ഹോർമോൺ അല്ലേ കാൽസിറ്റോണിൻ. കാൽസിറ്റോണിൻ എന്താണ് കാൽസിറ്റോണിൻ ധർമ്മം? രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവ് താഴ്ത്തുക. അതുകൊണ്ടല്ലേ കാൽസിറ്റോണിനെ നമ്മൾ ഹൈപ്പോകാൽസിമിക് ഹോർമോൺ എന്ന് വിളിക്കുന്നത്, ഇല്ലയോ? എന്നാൽ രക്തത്തിൽ കാൽഷ്യത്തിന്റെ അളവ് ഉയർത്താൻ സഹായിക്കുന്ന ഹോർമോൺ അല്ലേ പാരാത്തോർമോൺ. നമ്മൾ പാരാത്തോർമോണിനെ അല്ലേ നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹൈപ്പർ കാൽസിമിക് ഹോർമോൺ എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണ്. ഇനി പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്താ നമുക്കറിയാം, പീയൂഷ ഗ്രന്ഥിയാണ്. നമ്മുടെ ശരീരത്തിലെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കാറുണ്ട്, ഇല്ലയോ? നമ്മുടെ ശരീരത്തിലെ നായിക ഗ്രന്ഥി അല്ലെങ്കിൽ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിളിക്കുന്ന ആരാണ്? പീയൂഷ ഗ്രന്ഥിയാണ്. പീയൂഷ ഗ്രന്ഥി ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപ്പിൻ, അതേപോലെ ACTH, അതുപോലെ TSH, അതുപോലെ പ്രൊലാക്റ്റിന്, അതുപോലെ തന്നെ ഗൊണാഡോട്രോപ്പി ഹോർമോണുകൾ. ഇതൊക്കെ പ്രധാനമായി ഉണ്ടാക്കുന്ന ഒരു പീയൂഷ ഗ്രന്ഥിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ അല്ലെങ്കിൽ വളർച്ചാ ഹോർമോണാണ്. സൊമാറ്റോട്രോപ്പിൻ എന്ന് വിളിക്കും. സൊമാറ്റോട്രോപ്പിന്റെ അളവ് കുട്ടികളിൽ കുറഞ്ഞു കഴിഞ്ഞാൽ വളർച്ച മുരടിച്ചു പോകും. നമ്മൾ ആ കണ്ടീഷനെ വിളിക്കുന്നവരാണ് ഡ്വാർഫിസം. അളവ് കുട്ടികളിൽ കൂടുകയാണെങ്കിൽ ഭീമാകാർത്തം അല്ലെങ്കിൽ ജൈജാൻറ്റിസമാണ്. അളവ് കൂടുന്നത് മുതിർന്നവരിലാണെങ്കിൽ അക്രോമെഗാലി എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകാറുണ്ട്. കിട്ടിയല്ലോ, ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, നമ്മള് ശൈശവ ഗ്രന്ഥി എന്ന് വിളിക്കുന്ന ഗ്രന്ഥിയിലെ തൈമസ് ഗ്രന്ഥി നമ്മുടെ മാറലിന് പിന്നിലായി കാണപ്പെടുന്നു. അതുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോൺ അല്ലേ തൈമോസിൻ. നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ട T ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലുമായി ബന്ധപ്പെട്ട ഹോർമോണാണെന്ത്, തൈമോസിൻ. കിട്ടിയല്ലോ. ഇനി പൈനിയൽ ഗ്രന്ഥി ശരീരത്തിലെ ജൈവ ഘടികാരം അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വിളിക്കുന്ന ഗ്രന്ഥിയാണ്. അതുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണാണ് മെലാറ്റോണിൻ. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പരിപാലിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം ഉറക്കത്തെ സഹായിക്കുക. ഹോർമോൺ ഓഫ് സ്ലീപ്പ് എന്ന് വിളിക്കാറുണ്ട്. ഹോർമോൺ ഓഫ് ഡാർക്ക്നെസ് എന്ന് വിളിക്കാറുണ്ട്. കാരണം എന്താ, ഇരുട്ടിലാണ് ഈ ഹോർമോൺ നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെലാറ്റോണിന്റെ പ്രത്യേകത. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. കിട്ടിയല്ലോ. ഇനി നമ്മൾ അടിയന്തര ഗ്രന്ഥി എന്ന് വിളിക്കുന്ന ഗ്രന്ഥിയല്ലേ എമർജൻസി ഗ്ലാൻഡ് എന്ന് വിളിക്കുന്നതല്ലേ നമ്മുടെ അഡ്രിനാൽ ഗ്രന്ഥി. അഡ്രിനാൽ ഗ്രന്ഥിക്ക് പുറംഭാഗവുമുണ്ട് ഉൾഭാഗവുമുണ്ട്. പുറംഭാഗമല്ലേ കോർട്ടെക്സ്. കോർട്ടെക്സ് ഉണ്ടാക്കുന്ന ഹോർമോണുകളല്ലേ കോർട്ടിസോൾ. അതിൽ പ്രധാനപ്പെട്ട ഹോർമോണാണ് കോർട്ടിസോള്. കോർട്ടിസോളും അതുപോലെ തന്നെ ആൾഡോസ്റ്റിറോണും അല്ലേ. ആൾഡോസ്റ്റിറോൺ ആണെങ്കിൽ ജലലവണ സന്തുലനം അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ഒക്കെയാണ് ആൾഡോസ്റ്റിറോണിന്റെ പ്രധാനപ്പെട്ട ധർമ്മം. കോർട്ടിസോൾ ആണെങ്കിൽ നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയെ മന്ദീഭവിക്കുന്ന ഹോർമോണാണ്. ഇനി മെഡില ഉണ്ടാക്കുന്ന ഹോർമോൺ അല്ലേ അഡ്രിനാലിനും നോറഡ്രിനാലിനും. ഇവരെല്ലാം നമ്മൾ അടിയന്തര ഹോർമോൺ അല്ലെങ്കിൽ എമർജൻസി ഹോർമോൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അഡ്രിനാൽ ഗ്രന്ഥി. കിട്ടിയല്ലോ. ഇനി വൃക്ക ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് എറിത്രോപോയിറ്റിൻ. ഈ എറിത്രോപോയിറ്റിൻ ആണ് നമ്മുടെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തെ സഹായിക്കുന്നത്. കിട്ടിയല്ലോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം. നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്, ജസ്റ്റ് റിവൈസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. രക്തത്തെ ശുദ്ധീകരിക്കുന്ന അവയവം ഏതാണ്? ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസുകൾ കൺഫ്യൂഷൻ വരാം. ഏതൊക്കെയാണ്? ഒന്ന് ശ്വാസകോശവും വരാം, വൃക്ക വരാം. മക്കളെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ പ്രയോറിറ്റി കൊടുക്കേണ്ട വൃക്കയ്ക്കാണ്. രക്തത്തെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്ന സമയത്ത് എന്താ ചെയ്യുക? രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. ഏതൊക്കെയാണ് രക്തത്തിലെ മാലിന്യങ്ങൾ? രക്തത്തിലെ മാലിന്യം യൂറിയ വരുന്നുണ്ട്, ഇല്ലയോ? അതുപോലെ തന്നെ അധികമായിട്ടുള്ള കൂടുതലായിട്ടുള്ള ജലം വരുന്നുണ്ട്, ലവണങ്ങൾ വരുന്നുണ്ട്, ഇല്ലയോ? അപ്പൊ ഇതിനെയാണ് ശുദ്ധീകരിക്കുക, അരിച്ചു മാറ്റുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സാമിന് രക്തം ശുദ്ധീകരിക്കുന്ന അവയവം എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് വൃക്ക എഴുതാം. കാരണം രക്തത്തിൽ നിന്ന് മാലിന്യങ്ങളെ അരിച്ചു മാറ്റുക, യൂറിയ മോണുക്കുള്ള മാലിന്യങ്ങളെ അരിച്ചു മാറ്റി ശുദ്ധീകരിക്കുന്ന അവയവം വൃക്കയാണ്. അതാണ് വൃക്കയുടെ പ്രത്യേകത. കിട്ടിയല്ലോ. ഇനി ശ്വാസകോശം എന്താ ചെയ്യുന്നത്? രക്തത്തിലേക്ക് ഓക്സിജൻ നൽകി ശുദ്ധീകരിക്കുക. അങ്ങനെ വന്നാൽ മാത്രമേ ശ്വാസകോശം എഴുതാവുള്ളൂ. രക്തത്തിലേക്ക് ഓക്സിജൻ നൽകി ശുദ്ധീകരിക്കുന്ന അവയവമാണ് ഇത്, ശ്വാസകോശം ആണല്ലോ. ശ്വാസകോശത്തെ കുറിച്ചൊരു പഠനമല്ലേ പൾമനോളജി എന്ന് വിളിക്കുന്നത്, അല്ലേ? ശ്വാസകോശത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ആൽവിയോളകൾ, ശ്വാസകോശത്തെ പൊരിഞ്ഞു കാണപ്പെടുന്ന സ്ഥലമല്ലയോ പ്ലൂറ. ശ്വാസകോശം ഇരിക്കുന്ന അറ ഏതാണ്? നമ്മുടെ ഔരസാശയം അല്ലെങ്കിൽ തൊറാസിക് ക്യാവിറ്റിയാണ്. ഓക്കെ, ശ്വാസകോശത്തിന് അടിയിലായിട്ട് കമാനാകൃതിയിൽ കാണപ്പെടുന്ന ഒരു പേശിയുണ്ട്. ശ്വാസകോശത്തിന് അടിയിലായിട്ട് കമാനാകൃതിയിൽ കാണപ്പെടുന്ന പേശിയെ വിളിച്ച പേരല്ലേ ഡയഫ്രം. എന്താ വിളിച്ച പേര്? ഡയഫ്രം, ഇല്ലയോ? അപ്പൊ ഡയഫ്രം ശ്വാസകോശവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഓർത്തു വെക്കാം. ഇനി പ്ലീഹ നമുക്കറിയാം. എന്താണ് പ്ലീഹ? പ്ലീഹയ്ക്ക് കുറെ പ്രത്യേകതയുണ്ട്. എന്താണ്? നമ്മുടെ അരുണരക്താണുക്കളുടെ ശവപ്പറമ്പ് എന്ന് വിളിക്കാറുണ്ട്, അരുണരക്താണുക്കളുടെ സംഭരണശാല എന്ന് വിളിക്കാറുണ്ട്, ശരീരത്തിലെ രക്തബാങ്ക് എന്ന് വിളിക്കാറുണ്ട്. പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവമാണ്, ഏറ്റവും വലിയ ലിംഫോയിഡ് അവയവമാണ്. ഇതൊക്കെ എന്തിന്റെ പ്രത്യേകത? പ്ലീഹയുടെ പ്രത്യേകതയാണ്. എക്സാമിന് ചോദിക്കാറുണ്ട്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് പ്ലീഹ. ഓക്കെ, യെസ്. അടുത്തയാണ് നമ്മുടെ ശരീര താപനില നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ശരീര താപനില നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ചോദിച്ചാൽ നമുക്ക് പറയാം നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്, അല്ലെ? ശരീര താപനില മാത്രമല്ല,
വേറെന്തുകൊണ്ട് നമ്മുടെ ആന്തര സമസ്ഥിതി പാലനം എപ്പോഴും ചോദിക്കുന്നില്ലയോ, ആന്തര സമസ്ഥിതി പാലനവുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗവും ഹൈപ്പോതലാമസ് തന്നെയാണ്. കിട്ടിയല്ലോ. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ താപനില ആയിക്കോട്ടെ, ആന്തര സമസ്ഥിതി പാലനമായിക്കോട്ടെ, വിശപ്പായിക്കോട്ടെ, ഉറക്കമായിക്കോട്ടെ, ദാഹമായിക്കോട്ടെ, അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള എന്താണ് നമ്മളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം ഹൈപ്പോതലാമസ് ആണ്. കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താണ് സെറിബ്രത്തിന്റെ പ്രത്യേകത? നമുക്കറിയാം ശരീരത്തിലെ തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗമാണ്, ശരീരത്തിലെ ഏറ്റവും മുകളിലുള്ള ഭാഗമാണ്. ഓക്കെ, അപ്പൊ തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗം എന്ന് ചോദിച്ചാലോ, തലച്ചോറിലെ ഏറ്റവും മുകളിലുള്ള ഭാഗം ചോദിച്ചാൽ എന്താണ്? സെറിബ്രമാണ്. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക, ബുദ്ധി, ഓർമ്മ, ചിന്ത, ബോധം എന്നിവയുടെ കേന്ദ്രമാണ്. നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗമാണ്. മറ്റുള്ള ജീവികളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്ന ഭാഗം സെറിബ്രമാണ്. ഇതൊക്കെയാണ് സെറിബ്രത്തിന്റെ പ്രത്യേകത. എക്സാമിന് ചോദിക്കാൻ ഒരുപാട് ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന ഭാഗമാണ് സെറിബ്രം. അങ്ങനെയാണെങ്കിൽ സെറിബ്രത്തിന് താഴെ ഇരിക്കുന്ന ഭാഗമല്ലേ തലാമസ്. തലാമസിനെല്ലാം നമ്മൾ റിലേ സെന്റർ എന്ന് വിളിക്കുന്നത്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നമ്മുടെ സന്ദേശങ്ങളെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഭാഗമല്ലേ നമ്മളുടെ തലാമസ്. അതുകൊണ്ടല്ലേ റിലേ സെന്റർ എന്ന് വിളിക്കുന്നത്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന ഭാഗം ഏത് തന്നെയാണ്? നമ്മളുടെ തലാമസ് തന്നെയാണ്. കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ തലാമസിന് അടിഭാഗത്തിലെ ഹൈപ്പോതലാമസ് ഓൾറെഡി പറഞ്ഞു, ആന്തര സമസ്ഥിതി പാലനം, വിശപ്പ്, ദാഹം, ഉറക്കം, ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കുക. ഇതൊക്കെയാണ് എന്ത്? ഹൈപ്പോതലാമസിന്റെ ധർമ്മം. അങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മുടെ മെഡുല ഒബ്ലോങ്കേറ്റ? അനൈച്ഛിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ്, അല്ലയോ? നമ്മുടെ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളായ ഹൃദയമിടിപ്പായിക്കോട്ടെ, ശ്വസന നിരക്കായിക്കോട്ടെ, രക്തസമ്മർദ്ദമായിക്കോട്ടെ, അതുപോലെ തന്നെ ഛർദിയെ നിയന്ത്രിക്കുന്ന ഭാഗം, ചുമയെ നിയന്ത്രിക്കുന്ന ഭാഗം, ഇതെല്ലാം നമ്മുടെ മെഡുല ഒബ്ലോങ്കേറ്റയാണ്. മെഡുലയുടെ തുടർച്ചയായ ഭാഗത്തെ വിളിക്കുന്നവരാണ് സുഷുമ്ന. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, സെറിബ്രത്തിന്റെ പിന്നിലായി താഴെയായി രണ്ട് ദളങ്ങൾ പോലെ കാണപ്പെടുന്ന ഭാഗമല്ലേ സെറിബെല്ലം? ലിറ്റിൽ ബ്രെയിൻ വിളിക്കുന്ന ഭാഗമല്ലേ സെറിബെല്ലം? തലച്ചോറിലെ രണ്ടാമത്തെ വലിയ ഭാഗമല്ലേ സെറിബെല്ലം? പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക, ശരീരത്തിന്റെ തുലന നില പാലിക്കുക, ഇതൊക്കെയല്ലോ സെറിബെല്ലത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ. പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. കിട്ടിയല്ലോ. യെസ്. ഇനി നമ്മുടെ നാഡീവോസൽ അടിസ്ഥാന ഘടകം ഏതാണ്? നാഡീകോശം ന്യൂറോൺ ആണല്ലോ. ഒരു ന്യൂറോണിന്റെ ഏറ്റവും നീളം കൂടിയ ഭാഗത്തെ വിളിക്കുന്ന പേരല്ല ആക്സോൺ. ആക്സോണിനെ പൊതിഞ്ഞു കാണപ്പെടുന്ന വെള്ള നിറത്തിലുള്ള ഉറയെ വിളിക്കുന്നവരല്ലേ മയ്യലിൻ ഉറ അല്ലെങ്കിൽ മയ്യലിൻ ഷീത്ത്. രണ്ട് ന്യൂറോണുകൾ കൂടി ചേർന്ന ഭാഗമോ, ഒരു ന്യൂറോണും ഒരു പേശിയും കൂടി ചേർന്ന ഭാഗത്തെ അല്ലേ സിനാപ്സ് എന്ന് വിളിക്കുന്നത്. ആ സിനാപ്സിൽ കാണപ്പെടുന്ന രാസവസ്തുക്കളല്ലോ നാഡീയ പ്രേക്ഷകങ്ങൾ. അതിന് ഉദാഹരണമല്ലേ അസറ്റൈൽ കൊളീൻ ആണോ? ശരീരത്തിലെ ആകെ നാഡികളുടെ എണ്ണം 43 ജോഡിയാണ്. അതിൽ 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്നാ നാഡികളും ഉണ്ട്. കിട്ടിയല്ലോ. അപ്പൊ ഇതൊക്കെ ക്യുഗ് റിവിഷൻ ആണ്. നാളെ എക്സാം ആണ്, അടുത്ത ദിവസം എക്സാം ആണ്. അപ്പൊ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വീണ്ടും പറയുന്നു, പഠിച്ച കാര്യങ്ങൾക്ക് റിവൈസ് ചെയ്യാണ്, വീണ്ടും കാര്യങ്ങൾ പഠിപ്പിക്കുകയല്ല. ഓക്കേടാ. അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ആമാശയത്തിൽ ദഹനത്തിന് സഹായിക്കുന്ന ആസിഡ് ഏതാണ്? നമുക്കറിയാം നമ്മുടെ ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അല്ലയോ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇല്ലയോ? അപ്പൊ ആമാശയത്തില് ദഹനത്തിന് സഹായിക്കുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഓക്കെ, എക്സാമിന് ചോദിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. നമ്മുടെ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന നമ്മൾ എൻസൈംസുകളെ കുറിച്ച് നോക്കിയാലോ? എക്സാമിന് ഇമ്പോർട്ടന്റ് ആണ് എൻസൈംസ്, അല്ലയോ? നമ്മുടെ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന എൻസൈം ഏതാണ്? ലൈസോസൈം ആണ്. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈം ഏതാണ്? ടൈലിനാണ്, അല്ലെങ്കിൽ സലൈവറി അമൈലേസ് ആണ്. ഇനി ആമാശയരസത്തിലേക്ക് വരികയാണെങ്കിൽ ആമാശയരസത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനുകളെ ദഹിപ്പിക്കുന്ന എൻസൈം അല്ലേ പെപ്സിൻ ആണല്ലോ. ഇനി ആമാശയരസത്തിൽ കാണപ്പെടുന്ന ആസിഡ് അല്ലയോ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇനി നമുക്ക് നമ്മുടെ ആഗ്നേയരസം അല്ലെങ്കിൽ പാങ്ക്രിയാറ്റിക് ജ്യൂസ് നോക്കാം. ആഗ്നേയരസത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകളെ ദഹിപ്പിക്കുന്ന എൻസൈം അല്ലേ ട്രിപ്സിൻ. കൊഴുപ്പിനെ ദഹിപ്പിക്കുന്ന എൻസൈം അല്ലയോ ലിപ്പൈസ്. അതുപോലെ തന്നെ അന്നജത്തെ ദഹിപ്പിക്കുന്ന എൻസൈം അല്ലയോ അമൈലേസ്. ഓക്കെ, അപ്പൊ ഈ 3 ദഹനരസങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക, അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എൻസൈംസുകളൊന്നും ഇല്ലാത്ത ഒരു ദഹനരസം ഇല്ലയോ? അതില്ലേ പിത്തരസം അല്ലെങ്കിൽ ബൈല്. അവിടെ എൻസൈംസുകളില്ല. പ്രധാനപ്പെട്ട ധർമ്മം എന്താണ്? കൊഴുപ്പിന്റെ ദഹനമാണ്. പിത്തരസത്തെ ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. പിത്തരസത്തെ ശേഖരിച്ചു വെക്കുന്നത് പിത്താശയം അല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ ആണ്. കിട്ടിയല്ലോ. ഓക്കെ അല്ലയോ? ദഹനം ആരംഭിക്കുന്നത് വായിൽ വെച്ചാണ്. ദഹനം പൂർണ്ണമാകുന്നത് ചെറുകുടലിന്റെ ആദ്യ ഭാഗമായ പക്വാശയത്തിൽ വെച്ചാണ്. ദഹിച്ച ആഹാര പദാർത്ഥങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ചെറുകുടലിൽ വെച്ചാണ്. അതിന് സഹായിക്കുന്ന ചെറുകുടലിലെ വിരലുകൾ പോലുള്ള ഭാഗമാണ് വില്ലസുകൾ. വില്ലസുകളുടെ ധർമ്മം പ്രതല വിസ്തീർണം കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോടാ? ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ നമുക്കിനി അടുത്ത
ക്വസ്റ്റിലേക്ക് പോകാം. ഓക്സിജൻ വഹിക്കുന്ന രക്തഘടകം ഏതാണ്? പറഞ്ഞേ, ഓക്സിജൻ വഹിക്കുന്ന രക്തഘടകം ഏതാണ്? നമ്മളുടെ ഹീമോഗ്ലോബിൻ ആണ്, ഇല്ലയോ? ഓക്സിജനെ കൊണ്ടുപോകുന്ന രക്തത്തിലെ ഘടകമാണ് ഹീമോഗ്ലോബിൻ. ഒരു ഹീമോഗ്ലോബിൻ 4 ഓക്സിജനെ കൊണ്ടുപോകാൻ കഴിയുന്നു. ഒരു ഹീമോഗ്ലോബിൻ ഒരു ബസ് പോലെ സങ്കല്പിച്ചേ. ഹീമോഗ്ലോബിൻ ഒരു ബസ് പോലെയാണ്. ആ ബസ്സിനകത്ത് 4 സീറ്റ് ഉണ്ട്. ഓരോ സീറ്റിലും ഓരോ ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഒരു ഹീമോഗ്ലോബിൻ എത്ര ഓക്സിജനെ കൊണ്ടുപോകുന്നു? 4 ഓക്സിജനെ കൊണ്ടുപോകുന്നു. ഹീമോഗ്ലോബിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണെന്ത്? ഇരുമ്പ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് രക്തത്തെ കുറിച്ചൊന്ന് പറഞ്ഞു നോക്കാമടാ. എന്താണ് നമുക്കറിയാം? രക്തത്തിൽ നമുക്കറിയാം 3 തരത്തിലുള്ള രക്തകോശങ്ങളുണ്ട്. ഏതൊക്കെയാണ്? അതിലൊന്നാണ് നമ്മുടെ അരുണ രക്താണുക്കള്, അടുത്താണ് ശ്വേതരക്താണുക്കള്, അടുത്താണ് പ്ലേറ്റ്ലെറ്റുകൾ. ശ്വസനവാതകങ്ങളുടെ സംവഹനമാണെങ്കിൽ നമ്മളുടെ അരുണ രക്താണുക്കളാണ്, RBC ആണ്, എറിത്രോസൈറ്റുകളാണ്. രോഗപ്രതിരോധ ശേഷിയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ശ്വേതരക്താണുക്കളാണ്, അല്ലെങ്കിൽ WBCകളാണ്, അല്ലെങ്കിൽ ലൂക്കോസൈറ്റുകളാണ്. രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന പ്ലേറ്റ്ലൈറ്റുകളാണ്, അല്ലെങ്കിൽ ത്രോംബോസൈറ്റുകളാണ്. രക്തത്തിന്റെ ദ്രാവക ഭാഗത്തെ പ്ലാസ്മ എന്ന് വിളിക്കുന്നത്. രക്തത്തിന്റെ 55% പ്ലാസ്മയും 45% രക്തകോശങ്ങളുമാണ്. രക്തകോശങ്ങൾ ഉണ്ടാവുന്നത് അസ്ഥിമജ്ജയിൽ നിന്നുമാണ്. ആ പ്രോസസ്സിനെ വിളിക്കുന്നവരാണ് ഹീമോപോയസിസ്. കിട്ടിയല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. ഇനി ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രക്തകോശങ്ങൾ RBC ആണ്, ചുവന്ന രക്താണുക്കളാണ്. 5 മുതൽ 5.5 മില്യൺ RBC ആണ് പെർ ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡിലുള്ളത്. ഏറ്റവും കുറവ് കാണപ്പെടുന്നത് നമ്മളുടെ WBC ആണ്. 6000 മുതൽ 8000 വരെയൊക്കെയുള്ളൂ WBCയുടെ കൗണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓർത്ത് വെക്കുക, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് രക്തകോശങ്ങൾ. ഇനി മനുഷ്യന്റെ രക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? എക്സാമിന് ചോദിക്കാറുണ്ട്. pH മൂല്യം എത്രയാണ് മക്കളെ? രക്തത്തിന്റെ pH മൂല്യം എത്രയാണ് പറഞ്ഞത്? 7.4 ആണ്. എക്സാമിന് ചോദിക്കാം. രക്തത്തിന്റെ pH മൂല്യം 7.4 ആണ്. രക്തത്തിന്റെ pH മൂല്യം 7.4 ആയിട്ട് നിലനിർത്തുന്ന അവയവം ചോദിച്ചാൽ നിങ്ങൾ ആരുടെ പേര് എഴുതും? പെട്ടെന്ന് പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞു നോക്ക്. രക്തത്തിന്റെ pH മൂല്യം 7.4 ആയിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന അവയവം ഏതാണ് മക്കളെ? അത് വൃക്കയാണ്. കേട്ടോ? കിട്ടിയല്ലോ? അപ്പൊ രക്തത്തിലെ pH മൂല്യം 7.4 ആയിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന അവയവം വൃക്കയാണ്. നമ്മുടെ രക്തത്തിൽ H+ അയോൺസ് കൂടുന്ന സമയത്ത് വൃക്ക H+ അയോൺസിനെ എടുത്ത് മാറ്റിക്കളയും. അപ്പൊ രക്തത്തിലെ pH മൂല്യം 7.4 ആയിട്ട് നിലനിർത്താറുണ്ട്. അത് ഓർത്തു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ജീവന്റെ നദി എന്നല്ലോ രക്തത്തെ വിളിക്കുന്നത്. രക്തത്തെക്കുറിച്ചുള്ള പഠനമല്ലയോടെ ഹെമറ്റോളജി ആണോ? ദ്രാവക രൂപത്തിൽ കാണപ്പെടുന്ന ഒരു യോജക കലയില്ലയോ? എന്താണ് ദ്രാവക രൂപത്തിൽ കാണപ്പെടുന്ന ഒരു യോജക കലയാണ് രക്തം. പ്രോട്ടീൻ നാരുകളില്ലാത്ത ഒരു യോജക കല കൂടിയാണ് പറഞ്ഞു എന്താ? രക്തം. അതുകൂടി ഓർത്തു വെക്കുക. അതൊക്കെ രക്തത്തിന്റെ പ്രത്യേകതയാണ്. എക്സാമിന് ചോദിക്കാം. പ്രിലിംസ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തത് ജനിതക വസ്തുവായ DNA കാണപ്പെടുന്നത് കോശത്തിന്റെ ഏത് ഭാഗത്താണ്? നമുക്കറിയാം നമ്മുടെ എല്ലാം ജനിതക വസ്തുവല്ല DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പൊ ജനിതക വസ്തുവായ DNA കാണപ്പെടുന്നത് കോശത്തിന്റെ ഏത് ഭാഗത്താണ്? കോശദ്രവ്യത്തിലാണോ, റൈബോസോമിലാണോ, ന്യൂക്ലിയസിലാണോ, ഗോൾജി ബോഡീസിലാണോ? മക്കളെ, DNA കാണപ്പെടുന്നത് ന്യൂക്ലിയസിലാണ്, മർമ്മത്തിലാണ്, അല്ലേ? അപ്പൊ നമ്മുടെ കോശത്തിന്റെ കേന്ദ്രഭാഗമല്ലേടാ മർമ്മം? ഒരു കോശത്തിന്റെ റെഗുലേറ്ററി സെന്റർ എന്ന് വിളിക്കുന്ന ഭാഗമല്ലേ മർമ്മം? ഒരു കോശത്തിന്റെ ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കം എന്ന് വിളിക്കുന്ന ഭാഗമല്ലേ കോശമർമ്മം? ഈ കോശമർമ്മത്തെ കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ അല്ലയോ? ആണോ? റോബർട്ട് ബ്രൗൺ അദ്ദേഹമല്ലേ ഇതിന് ന്യൂക്ലിയസ് എന്ന് പേര് കൊടുത്തത്. ഓക്കെ, ആ ന്യൂക്ലിയസിനകത്താണ് ആരിയിരിക്കുന്നത്? നമ്മളുടെ DNA ഇരിക്കുന്നത്, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കോശങ്ങളെ കുറിച്ചൊന്ന് പെട്ടെന്ന് പറഞ്ഞു നോക്കാം. നമുക്കറിയാം ഒരു കോശത്തിലെ പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രം ഏതാണ്? ഒരു കോശത്തിലെ പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമാണെങ്കിൽ റൈബോസോം ആണ്. കിട്ടിയല്ലോ? അങ്ങനെയാണെങ്കിൽ ഒരു കോശത്തിന്റെ അസ്ഥികൂടം എന്ന് വിളിക്കുന്ന ഭാഗം, കോശാസ്ഥികൂടം. ഒരു കോശത്തിലെ സഞ്ചാരപാത എന്നൊക്കെ വിളിക്കുന്നത് അന്തർദ്രവ്യ ജാലികയാണ്, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോശത്തിലെ ട്രാഫിക് പോലീസുകൾ എന്നറിയപ്പെടുന്നത്, ഒരു കോശത്തിലെ പാക്കിങ്ങിന് സഹായിക്കുന്ന പാക്കിംഗ് ഓർഗനലെ എന്നറിയപ്പെടുന്നത്, ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം അതൊക്കെ ഗോൾജി കോംപ്ലക്സുകളാണ്, ഗോൾജി ബോഡീസ് ആണ്. കിട്ടിയല്ലോ? ഒരു കോശത്തിലെ പവർ ഹൗസ് അല്ലെങ്കിൽ ഊർജ്ജ വിതരണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയാണ്. മൈറ്റോകോൺട്രിയിലാണ് ATPയുടെ നിർമ്മാണം നടക്കുന്നത്. ATP ആണ് നമ്മൾ എനർജി കറൻസി അല്ലെങ്കിൽ ഊർജ്ജ നാണയം എന്ന് വിളിക്കുന്നത്. ഒരു കോശത്തിലെ ഊർജ്ജ ഇന്ധനമാണ് ചോദിക്കുന്നതെങ്കിൽ അത് ഗ്ലൂക്കോസ് ആണ്. തിരിഞ്ഞു പോകരുത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്കറിയാം ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് ലൈസോസോം.
ലൈസോസോമിനെയാണ് നമ്മൾ ആത്മഹത്യാ സഞ്ചികൾ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സൂയിസൈഡൽ ബാഗുകൾ എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ബാഗുകൾ എന്ന് വിളിക്കാറുണ്ട്. ഒരു കോശത്തിലെ ആറ്റം ബോംബുകൾ എന്നൊക്കെ വിളിക്കുന്ന ആരെയാണ്? ലൈസോസോമിനെയാണ്. കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമല്ലേടാ ഏത്? നമ്മളുടെ ജൈവകണം അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ്സ്. ഓർത്തുവെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കോശഭിത്തിയും സസ്യകോശങ്ങളിൽ മാത്രമേ ഉള്ളൂ, അതുകൂടി ഓർത്തുവെക്കുക. കോശവിഭജനവുമായി ബന്ധപ്പെട്ട ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന സ്തര ആവരണമില്ലാത്ത കോശാംഗമാണ് സെൻട്രോസോം. സെൻട്രോസോമും എവിടെ മാത്രമേ ഉള്ളൂ? ജന്തുകോശങ്ങളിൽ മാത്രമേ ഉള്ളൂ. അത് കോശവിഭജനത്തിന് സഹായിക്കുന്നുണ്ട്. കിട്ടിയല്ലോ? ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്. ശരീരത്തിലെ രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത് ആരാണ്? നമുക്കറിയാം, കാൾ ലാൻസ്റ്റൈനർ ആണ്, അല്ലയോ? 1900 രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത് കാൾ ലാൻസ്റ്റൈനർ ആണ്, അല്ലയോ? നമുക്കറിയാം പ്രധാനമായിട്ട് 2 തരത്തിലുള്ള രക്ത ഗ്രൂപ്പിംഗ് സിസ്റ്റം ഉണ്ട്. ഏതൊക്കെയാണ്? ABO ഗ്രൂപ്പിംഗും ഉണ്ട്, RH ഗ്രൂപ്പിംഗും ഉണ്ട്. രണ്ടും കണ്ടെത്തിയത് കാൾ ലാൻസ്റ്റൈനർ ആണ്. ABO ഗ്രൂപ്പിൽ നമുക്കറിയാം A ഗ്രൂപ്പ് ഉണ്ട്, B ഗ്രൂപ്പ് ഉണ്ട്, AB ഗ്രൂപ്പ് ഉണ്ട്, O ഗ്രൂപ്പ് ഉണ്ട്. A ഗ്രൂപ്പിലെ ആന്റിജൻ Aയും ആന്റിബോഡി Bയുമാണ്. B ഗ്രൂപ്പിലെ ആന്റിജൻ Bയും ആന്റിബോഡി Aയുമാണ്. AB ഗ്രൂപ്പിലെ 2 ആന്റിജൻസും ഉണ്ട്, ആന്റിബോഡികളില്ല. O ഗ്രൂപ്പിൽ ആന്റിജൻസ് ഇല്ല, പക്ഷെ ആന്റിബോഡികളുണ്ട്. അപ്പൊ ആന്റിബോഡികളില്ലാത്ത രക്തഗ്രൂപ്പ് ആണെങ്കിൽ AB ആണ്, ആന്റിജനുകളില്ലാത്ത രക്തഗ്രൂപ്പ് ആണെങ്കിൽ അത് O ആണ്. സാർവൈക ധാതാവ് യൂണിവേഴ്സൽ ഡോണർ എന്ന് വിളിക്കുന്ന O ആണ്, ഓയിൽ തന്നെ O പോസിറ്റീവ് ആണ്. സാർവൈക സ്വീകർത്താവാണെങ്കിൽ AB ആണ്, ABയിൽ തന്നെ AB പോസിറ്റീവ് ആണ്. രക്തത്തെ പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നോ നിർണ്ണയിക്കുന്ന ഘടകം RH ഘടകമാണ്. അത് കണ്ടെത്തിയതും കാൾ ലാൻസ്റ്റൈനർ തന്നെയാണ്. കിട്ടിയല്ലോടാ? യെസ്. ഇനി എന്താണ്? വില്യം ഹാർവി രക്തചംക്രമണം അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കണ്ടെത്തിയത്. രക്തചംക്രമണം അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കണ്ടെത്തിയാരാണ്? വില്യം ഹാർവി. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എഡ്വേർഡ് ജെന്നർ ആണ് ആദ്യമായിട്ട് എന്ത് വാക്സിൻ കണ്ടെത്തിയത്. വസൂരി രോഗത്തിനെതിരായിട്ട് ആദ്യമായിട്ട് വാക്സിൻ കണ്ടെത്തിയത് എഡ്വേർഡ് ജെന്നർ ആണ്. ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. പ്രതിരോധ വാക്സിൻ ആദ്യമായി കണ്ടെത്തിയ വ്യക്തി എഡ്വേർഡ് ജെന്നർ ആണ്. അദ്ദേഹമാണ് വസൂരിക്കെതിരെ ആദ്യമായിട്ട് വാക്സിൻ ഡെവലപ്പ് ചെയ്തെടുത്തത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാം. അപ്പൊ വാക്സിന്റെ പിതാവ് എഡ്വേർഡ് ജെന്നർ ആണ്. കിട്ടിയല്ലോ? ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് വില്യം ഐന്തോവന്റെ പ്രത്യേകത? വില്യം ഐന്തോവൻ അല്ലയോ ECG ഇലക്ട്രോകാർഡിയോഗ്രാഫി കണ്ടെത്തിയത്? വില്യം ഐന്തോവനാണ്. നമ്മുടെ ഹൃദയപേശികളിൽ ഉണ്ടാകുന്ന വൈദ്യുത തരംഗങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമല്ലടാ ECG. അത് കണ്ടെത്തിയത് വില്യം ഐന്തോവനാണ്. അങ്ങനെയാണെങ്കിൽ തലച്ചോറിലെ വൈദ്യുത തരംഗങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമല്ലയോ EEG ഇലക്ട്രോ എൻസഫലോഗ്രാഫി ആണോ? അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇതൊക്കെ 10th ലെവൽ എക്സാമിന്റെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസുകളാണ്. ചെവിയിലെ സന്തുലനം നിലനിർത്താൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? നമുക്കറിയാം നമ്മുടെ ആന്തരകർണത്തിൽ 2 ഭാഗമുണ്ട്. ഏതൊക്കെയാണ്? കോക്ലിയയും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? വെസ്റ്റിബുലാർ അപ്പാരറ്റസും ഉണ്ട്, ഇല്ലയോ? അല്ലെ വെസ്റ്റിബ്യൂളും ഉണ്ട്. നമ്മുടെ ആന്തരകർണത്തിൽ 2 ഭാഗങ്ങളുണ്ട്. അതിലൊന്നാണ് കോക്ലിയ, അടുത്താണ് വെസ്റ്റിബ്യൂൾ. നമ്മുടെ കേൾവിയുമായി ബന്ധപ്പെട്ട ഭാഗമല്ലേ കോക്ലിയ? കോക്ലിയക്കത്തല്ലേ ഓർഗൻ ഓഫ് കോർട്ടി എന്നറിയപ്പെടുന്ന സവിശേഷ കോശങ്ങൾ ഇരിക്കുന്നത്? അവർ കേൾവിയുമായി ബന്ധപ്പെട്ടതല്ലയോ? എന്നാൽ വെസ്റ്റിബ്യൂളിൽ വരുന്നവരല്ലയോ അർദ്ധവൃത്താകാര കുഴലുകൾ? ഈ അർദ്ധവൃത്താകാര കുഴലുകളും അതുപോലെ തന്നെ എന്താണത് വെസ്റ്റിബ്യൂളും എല്ലാം കൂടെ ചേർന്നാണ് നമ്മുടെ ശരീരത്തിന്റെ തുലന നില പരിപാലിക്കാൻ സഹായിക്കുന്നത്. ഓക്കെ. അപ്പൊ സെമി സർക്കുലാർ കനാല് നമ്മൾ മലയാളത്തിൽ അർദ്ധവൃത്താകാര കുഴലുകൾ എന്ന് പറയും. ഓരോ ചെവിയിലും 3 അർദ്ധവൃത്താകാര കുഴലുകളുണ്ട്. ഈ അർദ്ധവൃത്താകാര കുഴലുകളും അതുപോലെ തന്നെ വെസ്റ്റിബ്യൂളും ചേർന്നിട്ടാണ് ശരീരത്തിന്റെ ബോഡി ബാലൻസ് അല്ലെങ്കിൽ ശരീര തുലന നില പരിപാലിക്കാൻ സഹായിക്കുന്ന ഭാഗം സെമി സർക്കുലാർ കനാലും വെസ്റ്റിബ്യൂളുമാണ്. കേൾവിയുമായി ബന്ധപ്പെട്ട ഭാഗം കോക്ലിയയും അതിനകത്തിരിക്കുന്ന ഓർഗൻ ഓഫ് കോർട്ടിയുമാണ്. നമ്മുടെ കർണപടത്തെയാണ് ടിംബാനിക് മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്. ഓസിക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവിയിലെ അസ്ഥികൾ. ഏതൊക്കെയാണ് ചെവിയിലെ അസ്ഥികൾ? മിസ്. എന്താ മിസ്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്സ്, ഇല്ലയോ? ചെവിയിലെ അസ്ഥികൾ മിസ്. എന്താ മിസ്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്സ് ആണ്. ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്സ്. ആന്തരകർണവുമായി ചേർന്നിരിക്കുന്ന സ്റ്റേപ്സ് ആണ്. ബാഹ്യകർണവുമായി ചേർന്നിരിക്കുന്നത് മാലിയസ് ആണ്. കിട്ടിയല്ലോ? മാലിയസിന്റെ ആകൃതി ആണെങ്കിൽ ചുറ്റികയാണ്, ഇൻകസ് ആണെങ്കിൽ കൂടക്കല്ലാണ്, സ്റ്റേപ്സ് ആണെങ്കിൽ കുതിരസവാരിക്കാരന്റെ പാദധാരയുടെ ആകൃതിയാണ്. ചെവിയെക്കുറിച്ചുള്ള പഠനം ഓട്ടോളജിയാണ്. മലമ്പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? രോഗാണു എന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ റിവിഷൻ ക്ലാസ്സുകൾ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. മലമ്പനിക്ക് കാരണമായ രോഗാണു നമുക്കറിയാം, അതൊരു പ്രോട്ടോസോവയാണ്. ആ പ്രോട്ടോസോവയുടെ പേര് പറയാമോ നിങ്ങൾക്ക്? അതിലെയോ പ്ലാസ്മോഡിയം. അപ്പൊ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവയാണ് മലമ്പനിക്ക് കാരണം. മലമ്പനി നമ്മൾ മലേറിയ എന്ന് വിളിക്കാറുണ്ട്. അതിനെയാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് വിളിക്കുന്നത്, ചതുപ്പ് രോഗം എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? യെസ്.
ഇനി ഈ മലേറിയ പരത്തുന്നത് ആരാണ്? അനോഫിലസ് പെൺകൊതുകുകളാണ്, ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, നമ്മുടെ സിഫിലിസ് ആയിക്കോട്ടെ, ലൈംഗിക രോഗങ്ങളായ സിഫിലിസ്, ഗൊണേറിയ, ക്ഷയം, കുഷ്ഠം, ടെറ്റനസ്, ഡിഫ്തീരിയ, ഇതൊക്കെ ആരാ ഉണ്ടാക്കുന്നത്? ബാക്ടീരിയ ഉണ്ടാക്കുന്നത്, അല്ലെ? പഠിച്ചോണേ. അങ്ങനെയാണെങ്കിൽ കാൻഡിഡിയാസിസ്, റിംഗ് വോം അല്ലെങ്കിൽ വട്ടച്ചൊറി, മധുര ഫൂട്ട്, ഇതൊക്കെ ആരാ ഉണ്ടാക്കുന്നത്? ഫംഗസ് ആണ്. ഓക്കെ. ദെൻ നമുക്കറിയാം മുണ്ടിനീരായിക്കോട്ടെ, ചിക്കൻ ബോക്സ് ആയിക്കോട്ടെ, വസൂരി ആയിക്കോട്ടെ, ദെൻ പന്നിപ്പനി ആയിക്കോട്ടെ, പക്ഷിപ്പനി ആയിക്കോട്ടെ, പോളിയോ ആയിക്കോട്ടെ, മഞ്ഞപ്പനി ആയിക്കോട്ടെ, ചിക്കൻ കുനി ആയിക്കോട്ടെ, ഡെങ്കി ഫീവർ, ഇതൊക്കെ ഉണ്ടാക്കുന്ന ആരാണ്? പറഞ്ഞു വൈറസുകളാണ്. അപ്പൊ ആ കോര്യം കൂടി ഓർത്തിക്കുക. നമ്മുടെ ആൻസർ പ്രോട്ടോസോയാണ്. ഓക്കെ, യെസ്. താഴെ പറയുന്നവയിൽ കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങളാണ്. നമുക്കറിയാം മലമ്പനി കൊതുക് വഴിയാണ് പകരുന്നത്, മന്ത് കൊതുക് വഴിയാണ്. അപ്പൊ പകരാത്ത ഏതൊക്കെ? കുഷ്ഠവും കോളറയുമാണ്. അപ്പൊ ഓപ്ഷൻസ് 1ഉം 3ഉമാണ്. ഒന്നാമത്തെയാണ് ആൻസർ, അല്ലെ? അപ്പൊ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കുഷ്ഠ, അതേപോലെ നമുക്കറിയാം എന്താണ് കോളറ എങ്ങനെ പകരുന്നത്? കോളറ പകരുന്നത് ജലത്തിലൂടെയാണ്, അല്ലയോ? കോളറ ആയിക്കോട്ടെ, ടൈഫോയിഡ് ആയിക്കോട്ടെ, കോളറ, ടൈഫോയിഡ്, അതുപോലെ തന്നെ അമീബിയാസിസ്, അതുപോലെ തന്നെ ഡിസെൻട്രി, ഓക്കെ, ഇതൊക്കെ പ്രധാനമായിട്ട് പകരുന്നത് എങ്ങനെയാണ് പറഞ്ഞു? അതൊക്കെ ജലത്തിലൂടെ. പോളിയോ, ഇതൊക്കെ ജലത്തിലൂടെയാണ് പകരുന്നത്. ഓക്കെ. അപ്പൊ ടൈഫോയിഡ് ആയിക്കോട്ടെ, കോളറ ആയിക്കോട്ടെ, എലിപ്പനി ആയിക്കോട്ടെ, പോളിയോ ആയിക്കോട്ടെ, ഡിസെൻട്രി ആയിക്കോട്ടെ, ഇതൊക്കെ പകരുന്നത് എങ്ങനെയാണ് പറഞ്ഞു? മലിനജലത്തിലൂടെയും ആഹാരത്തിലൂടെയുമാണ്. ഷിഗല്ല, അല്ലയോ? ഷിഗല്ല പകരുന്നത് എങ്ങനെ? ഷിഗല്ല ഒരു ബാക്ടീരിയ രോഗമാണ്. ഷിഗല്ല പകരുന്നതും എങ്ങനെ തന്നെയാണ്? ഈ പറയുന്ന മലിനജലത്തിലൂടെയാണ് പ്രധാനമായിട്ടും പകരുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങളെ നമുക്കറിയാം. വായുവിൽ ക്ഷയം ആയിക്കോട്ടെ, ഓക്കെ, ആന്ത്രാക്സ് ആയിക്കോട്ടെ, ഇൻഫ്ലുവൻസ ആയിക്കോട്ടെ, ജലദോഷം ആയിക്കോട്ടെ, മുണ്ടിനീരായിക്കോട്ടെ, ഓക്കെ, ഇതൊക്കെ ചിക്കൻ ബോക്സ് ആയിക്കോട്ടെ, ഇതൊക്കെ പ്രധാനമായിട്ട് പകരുന്നത് എങ്ങനെയാണ്? വായുവിലൂടെയാണ്. എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ കൊതുക് വഴി പകരുന്ന രോഗങ്ങൾ, മലേറിയ പരത്തുന്നത് അനോഫിലസ് പെൺകൊതുകാണ്. അടുത്തത് മന്തായിക്കോട്ടെ, ജപ്പാൻ ജ്വരം ആയിക്കോട്ടെ, വെസ്റ്റ് നൈൽ ഫീവർ ആയിക്കോട്ടെ, ഇത് മൂന്നും പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുകുകളാണ്. ഡെങ്കിപ്പനി ആയിക്കോട്ടെ, ചിക്കൻ കുനി ആയിക്കോട്ടെ, മഞ്ഞപ്പനി ആയിക്കോട്ടെ, സിഗ ഫീവർ ആയിക്കോട്ടെ, ഇതൊക്കെ പരത്തുന്ന ആരാണ്? ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ്. ഓക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത പുല്ല്, മാന്, കടുവ, കഴുകൻ, ഈ ഭക്ഷ്യശൃംഖലയിലെ തൃതീയ ഉപഭോക്താവ് ഏതാണ്? വളരെ സിമ്പിളായ തൃതീയ ഉപഭോക്താവ്. നമുക്ക് പുല്ലെന്ന് പറയുന്ന ഉൽപാദകരാണ്. എപ്പോഴും നമുക്കറിയാം ഒരു ആഹാര ശൃംഖലയിലെ ഹരിതസസ്യങ്ങളിലെ ഉൽപാദകർ, അവരെ ആഹാരമാക്കുന്ന സസ്യബുക്കുകളല്ലയോ പ്രാഥമിക ഉപഭോക്താക്കൾ, അല്ലയോ? അപ്പൊ മാനാണ് പ്രാഥമിക ഉപഭോക്താവ്. മാനിനെ തിന്നുന്ന കടുവയാണെങ്കിൽ ദ്വിതീയ ഉപഭോക്താവാണ്. കടുവയെ കഴിക്കുന്ന കഴുകനാണെങ്കിൽ തൃതീയ ഉപഭോക്താവാണ്. സോ ആൻസർ മക്കളെ കഴുകനാണ്. പുല്ലെന്ന് പറയുന്നത് എന്താ? ഉൽപാദകരാണ്. ഒരു ആഹാര ശൃംഖലയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് ഹരിതസസ്യങ്ങളാണ്. അവരെ ആഹാരമാക്കുന്ന അവരെ ആഹാരമാക്കുന്ന സസ്യബുക്കുകളാണ്. ഏത്? ഒന്നാമത്തെ പ്രാഥമിക തലം, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ് ഈ പറയുന്ന പ്രാഥമിക ഉപഭോക്താക്കൾ മാനാണ്, ദ്വിതീയ ഉപഭോക്താക്കൾ കടുവയാണ്, തൃതീയ ഉപഭോക്താക്കൾ കഴുകനാണ്. ഓക്കെ. അപ്പൊ ഇവർ ഉൽപാദകരാണ്. ഇത് പ്രാഥമിക ഉപഭോക്താവ്, ഇത് ദ്വിതീയ ഉപഭോക്താവ്, ഇത് തൃതീയ ഉപഭോക്താവ്. കിട്ടിയല്ലോ? യെസ്. ഈ ഡയഗ്രാം നോക്കുക. ഈ നമ്മുടെ സ്കൂൾ ടെസ്റ്റിലെ ഡയഗ്രാമാണ്, എക്സാമിന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടുത്തെ നെല്ലുൽപാദകരാണ്. എലി എന്താണ്? പ്രാഥമിക ഉപഭോക്താവാണ്. പാമ്പാണെങ്കിൽ ദ്വിതീയ ഉപഭോക്താവാണ്. പരുന്താണെങ്കിൽ തൃതീയ ഉപഭോക്താവാണ്. മൃതശരീരങ്ങളെ മണ്ണിലേക്ക് വിഘടിപ്പിച്ച് ചേർക്കുന്ന ആൾക്കാരാണ് വിഘാടകർക്ക് ഉദാഹരണമാണ് ബാക്ടീരിയയും ഫംഗസ്. കിട്ടിയല്ലോ? മൃതശരീരങ്ങളെ മണ്ണിലേക്ക് അലിയിച്ചു ചേർക്കാൻ സഹായിക്കുന്നവരാണ് വിഘാടകർ, ഡീകമ്പോസേഴ്സ്. വിഘാടകർക്ക് ഉദാഹരണങ്ങളാണ് ബാക്ടീരിയ, ഫംഗസ്. ഇനി നെല്ല് വരുന്നത് ഒന്നാമത്തെ പ്രാഥമിക തലമാണ്, അല്ലെങ്കിൽ ഒന്നാമത്തെ പോഷണ തലമാണ്. ചോദിക്കാം, ഒന്നാമത്തെ ഫസ്റ്റ് ട്രോഫിക് ലെവൽ അല്ലെങ്കിൽ ഒന്നാമത്തെ പോഷണ തലത്തിൽ വരുന്ന നെല്ലാണ്. രണ്ടാമത്തെ പോഷണ തലമാണെങ്കിൽ പ്രാഥമിക ഉപഭോക്താവാണ്. മൂന്നാമത്തെ പോഷണ തലമാണെങ്കിൽ ദ്വിതീയ ഉപഭോക്താവാണ്. നാലാമത്തെ പോഷണ തലമാണെങ്കിൽ തൃതീയ ഉപഭോക്താവാണ്. അപ്പൊ എപ്പോഴും ഒന്നാമത്തെ പോഷണ തലം ഫസ്റ്റ് ട്രോഫിക് ലെവൽ വരുന്നത് ഉൽപാദകരാണ്. സെക്കൻഡ് ട്രോഫിക് ലെവലില് പ്രാഥമിക ഉപഭോക്താവ്. മൂന്നാമത്തെ ട്രോഫിക് ലെവലെങ്കിൽ മൂന്നാമത്തെ പോഷണ തലത്തിൽ വരുന്നത് ദ്വിതീയ ഉപഭോക്താവാണ്. നാലാമത്തെ പോഷണ തലമാണെങ്കിൽ തൃതീയ ഉപഭോക്താവാണ്. ഓർത്തു വെക്കുക, എക്സാമിന് ചോദിക്കാം.
ഇന്ത്യയിലെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം എത്ര? 4. ലോകത്തിൽ 36 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളുണ്ട്. ഇന്ത്യയുടെ ഭാഗമായി 4. ഏതൊക്കെയാണ്? നമ്മുടെ ഹിമാലയം വരുന്നുണ്ട്, പശ്ചിമഘട്ടം വരുന്നുണ്ട്, ഇൻഡോ ബർമ റീജിയൻസ് വരുന്നുണ്ട്, പിന്നീട് സുന്ദാലാൻഡ് വരുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ. അപ്പൊ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ എന്തിനുദാഹരണമാണ്? അവരൊക്കെ തൽസ്ഥല സംരക്ഷണമാണ്, ഇൻസിറ്റോ കൺസർവേഷൻ ആണ്. എന്താണ് ഇൻസിറ്റോ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ജീവി എവിടെയാണോ ജീവിക്കുന്നത്, ഒരു ജീവിയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ അതിനെ സംരക്ഷിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരല്ല ഇൻസിറ്റോ കൺസർവേഷൻ അല്ലെങ്കിൽ തൽസ്ഥല സംരക്ഷണം. അതിൽ വരുന്നല്ലോ നമ്മുടെ ദേശീയോദ്യാനങ്ങൾ, നാഷണൽ പാർക്കുകൾ, വന്യജീവി സങ്കേതങ്ങൾ, വൈൽഡ് ലൈഫ് സാഞ്ചുറീസ്, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ, ബയോസ്ഫിയർ റിസർവുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ഇതൊക്കെ പ്രധാനമായിട്ട് എവിടെയാണ് വരുന്നത്? നമ്മളുടെ ഇൻസിറ്റു കൺസർവേഷൻ ആണ്, തൽസ്ഥല സംരക്ഷണമാണ്. എന്നാൽ ചില ജീവികളെ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറ്റി സംരക്ഷിക്കാറുണ്ട്. അതിനെയല്ലേ നമ്മൾ എക്സിറ്റോ, ബഹിർസ്ഥല സംരക്ഷണം എന്ന് വിളിക്കുന്നത്. ബഹിർസ്ഥലം, എക്സിറ്റോ. അതിൽ വരുന്നവരല്ലോ നമ്മുടെ സുവോളജിക്കൽ പാർക്കുകൾ, അതിൽ വരുന്നല്ലോ ബൊട്ടാണിക്കൽ ഗാർഡൻസുകൾ, അതിൽ വരുന്നല്ലോ സഫാരി പാർക്കുകൾ, അതിൽ വരുന്നല്ലോ ക്രയോ പ്രിസർവേഷൻസ്, അതിൽ വരുന്നല്ലോ ജീൻ ബാങ്കുകൾ, അതിൽ വരുന്നല്ലോ സീഡ് ബാങ്കുകൾ. ഇതൊക്കെ എന്താണ്? നമ്മളുടെ എക്സിറ്റോ കൺസർവേഷൻ ആണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. IUCN പ്രസിദ്ധീകരിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ പട്ടിക ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചോദിക്കാം എക്സാം. IUCN ആണ് പബ്ലിഷ് ചെയ്യുന്നത്. IUCN ആണ്. അത് റെഡ് ഡേറ്റ ബുക്കാണ് അല്ലെങ്കിൽ റെഡ് ലിസ്റ്റ് ആണ്, അല്ലേ? അപ്പൊ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ ഉൾപ്പെട്ട ഒന്നാണ് എന്ത്? റെഡ് ഡേറ്റ ബുക്ക് അല്ലെങ്കിൽ റെഡ് ലിസ്റ്റ്. അത് പബ്ലിഷ് ചെയ്യുന്ന സംഘടന IUCN ആണ്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ്. നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സ് ഉണ്ട്. ഓക്കെ, അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റഡ് ആണ് കേട്ടോ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻസിറ്റു കൺസർവേഷൻ, മലയാളത്തിൽ തൽസ്ഥല സംരക്ഷണം എന്ന് പറയും. ഉദാഹരണങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? യെസ്, വെരി ഗുഡ്, ഫൈൻ. പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ്? പയർ ചെടിയുടെ സങ്കര ഇനമാണ് ഏത്? ഭാഗ്യലക്ഷ്മി. കേട്ടോ, പഠിക്കുക. അപ്പൊ പയർ ചെടിയുടെ സങ്കര ഇനം ഏതാ ചോദിച്ച ആൻസർ എന്നാ ഭാഗ്യലക്ഷ്മിയാണ്. ഓക്കെ, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സങ്കര ഇനം നെല്ലിന് ഉദാഹരണം ഏതാണ്? സങ്കര ഇനം നെല്ലിന് ഉദാഹരണമാണ് ഏത്? അന്നപൂർണ. ഓക്കെ, ലോല എന്താ? പയറാണ്. ലോല ചോദിച്ചിട്ടുണ്ട്. ലോല പയറാണ് കേട്ടോ. എടാ, ഇത് നമ്മളുടെ സ്കൂൾ ടെസ്റ്റിലെയാണ്, നിങ്ങളൊന്ന് പഠിച്ചു വെച്ചു. ഇത് സ്കൂൾ ടെസ്റ്റിലെയാണ് ചോദിക്കാൻ ചാൻസ്. പ്രിലിംസിനൊക്കെ കൂടുതൽ ഇവിടെ നിന്നായിരിക്കും വരിക. അപ്പൊ മുളകിന്റെ ഇനങ്ങൾ ഏതാ? ഉജ്ജ്വല, ജ്വാലാമുഖി, ജ്വാലാസഹി, ഉജ്ജ്വല, അനുഗ്രഹ, ഗ്രീൻ ഗോൾഡ്. ഇതൊക്കെ മുളകിന്റെ ഇനങ്ങളാണ്. ജ്വാലാമുഖി, ജ്വാലാസഹി, ഉജ്ജ്വല, അനുഗ്രഹ, ഗ്രീൻ ഗോൾഡ്, ഇതൊക്കെ എന്താണ്? മുളകിന്റെ ഇനങ്ങളാണ്. പയറാണെങ്കിൽ എന്താ? ജ്യോതിക, ഭാഗ്യലക്ഷ്മി, ലോല, കൈരളി വരുന്നുണ്ട്. ജ്യോതിക, ഭാഗ്യലക്ഷ്മി, ലോല, കൈരളി, ഇതൊക്കെ എന്താണ്? പയറിന്റെ ഇനങ്ങളാണ്. നെല്ലെന്താണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, ശബരി, ത്രിവേണി, ജയ, അല്ലയോ? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, ശബരി, ത്രിവേണി, ജയ, ഇതൊക്കെ എന്തിന്റെ ഇനങ്ങളാണ്? നെല്ലിന്റെ ഇനങ്ങളാണ്. ഓക്കെ, നമുക്കറിയാം ഒരുപാട് തെങ്ങിന്റെ ഇനങ്ങൾ ചോദിക്കാറുണ്ട്. ചന്ദ്രലക്ഷ ആയിക്കോട്ടെ, ചന്ദ്രശങ്കര ആയിക്കോട്ടെ, കേരഗംഗ ആയിക്കോട്ടെ, ലക്ഷദ്വീപ് ഓർഡിനറി ആയിക്കോട്ടെ, ലക്ഷദ്വീപ് മൈക്രോ ആയിക്കോട്ടെ, ചാവക്കാട് ഓറഞ്ച് ആയിക്കോട്ടെ, കൊച്ചിൻ ചൈന ആയിക്കോട്ടെ, മലയൻ ഡാർഫ് ആയിക്കോട്ടെ, ടി, ഇതൊക്കെ എന്തിന്റെ ഇനങ്ങളാണ്? തെങ്ങിന്റെ ഇനങ്ങളാണ്. പഠിച്ചു വെക്കുക. ചന്ദ്രശങ്കര കുറെ റിപ്പീറ്റഡ് ആണ് കേട്ടോ. വെണ്ടയന്റെ സൽകീർത്തി ആയിക്കോട്ടെ, കിരൺ ആയിക്കോട്ടെ, സൽകീർത്തി, കിരണ്, ആനക്കൊമ്പൻ, ഇതൊക്കെ എന്തിന്റെ ഇനങ്ങളാണ്? നമ്മുടെ വെണ്ടയുടെ ഇനങ്ങളാണ്. ഓക്കെ, പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കാം. ഇത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ കുറച്ച് ബെറ്റർ ആണ് കേട്ടോ. ഓക്കെ, എക്സാമിന് ചോദിക്കാവുന്നതാണ്. അപ്പൊ നാളികേരം ഓൾറെഡി ഞാൻ പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞു? അനന്തഗംഗ, ലക്ഷഗംഗ, കേരശ്രീ, കേരഗംഗ, മലയൻ ഡാർഫ്, കൊച്ചിൻ ചൈന, ടി, ലക്ഷദ്വീപ് ഓർഡിനറി, ലക്ഷദ്വീപ് മൈക്രോ, ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, കേരശങ്കര, അനന്തഗംഗ, ഇതൊക്കെ എന്താണ്? നാളികേരത്തിന്റെ ഇനങ്ങളാണ്. ഓർത്തു വെക്കുക കേട്ടോ. നെല്ലാണെങ്കിൽ പവിത്ര, ഹ്രസ്വ, അന്നപൂർണ, സ്വർണ്ണപ്രഭ, മനുപ്രയ, രോഹിണി, ജ്യോതി, ഭാരതി, ശബരി, ത്രിവേണി, ജയ, അനശ്വരി, സ്വാതി, ഇതൊക്കെ എന്താണ്? നെല്ലിന്റെ ഇനങ്ങളാണ്. പാവൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീതി, പ്രിയങ്ക, അൽക്കഹരിത്, പ്രിയ, ഇതൊക്കെ എന്താണ്? പാവലാണ്. വെള്ളായണി ഹ്രസ്വ ആണെങ്കിൽ അത് മരച്ചീനിയാണ് കേട്ടോ. ശ്രീശൈലം, ശ്രീവിശാഖം, ഇതൊക്കെ എന്താണ്? മരച്ചീനിയുടെ ഇനങ്ങളാണ്. തിലോത്തമയാണെങ്കിൽ എള്ളാണ്. ഓക്കെ, ഞള്ളാണി ആണെങ്കിൽ ഏലമാണ്. ഹരിറാണി ആണെങ്കിൽ ഹരിറാണി, ക്യാബേജ് ആണ്. ഇതൊക്കെ നോർത്തുക. ഭീമയാണെങ്കിൽ കൂണാണ്. ഇതൊക്കെ നോർത്തുക കേട്ടോ. ഓക്കെ ആണല്ലോ.
പിന്നീട് അനഘ അക്ഷയൊക്കെ ആണെങ്കിൽ അനഘ അക്ഷയ ശക്തി മുക്തി ആണെങ്കിൽ തക്കാളിയാണ്. അനഘ അക്ഷയ ശക്തി മുക്തി ആണെങ്കിൽ തക്കാളിയാണ്. സൂര്യ ശ്വേത ഹരിത നീലിമയൊക്കെ ആണെങ്കിൽ അത് വഴുതനയുടെ ഇനങ്ങളാണ്. കണ്ണാർ ലോക്കലാണെങ്കിൽ അത് ചീരയാണ്. ഓക്കെ, യെസ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് നമ്മുടെ തിരുവനന്തപുരത്ത് ശ്രീകാര്യമാണ്. ഈ ഒരു പാർട്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ നോക്ക്, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം. സ്കൂൾ ടെസ്റ്റ് ആണ്. ഓക്കെ, CTCRI റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് RRI കോട്ടയമാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമാണെങ്കിൽ കാസർഗോഡാണ്. സുഗന്ധവിള ഗവേഷണ കേന്ദ്രമാണെങ്കിൽ കോഴിക്കോടാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഇത് തന്നെ ആയിരിക്കും എക്സാമിന് ചോദിക്കാൻ ചാൻസ്. കാരണം സ്കൂൾ ടെസ്റ്റിൽ ഉള്ളത് കൊണ്ട് ഈ ഒരു ഭാഗമായിരിക്കും ചോദിക്കാൻ ചാൻസ് കൂടുതൽ. ഇനി കുറച്ച് നമ്മുടെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളാണ്. 18 വയസ്സിൽ താഴെയുള്ള ജന്മനാ ഹൃദ്രോഗികളായ കുട്ടികളെ സഹായിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത്. പറഞ്ഞു, ഹൃദ്യമാണ്. നോക്കു മക്കളെ, ജന്മനാ ഹൃദ്രോഗികളായ കുട്ടികളെയാണ് അല്ലെ, ഹൃദ്യമാണ്. ഓക്കെ, എന്താണ് ഈ ശ്രുതി തരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ആണ് അല്ലയോ. അതായത് കേൾവിശക്തി തകരാറിലായ കുട്ടികൾക്ക് സമ്പൂർണ്ണമായിട്ട് കോക്ലിയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സർജറിയാണ് അല്ലെ, അല്ലെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യുന്നതാണ്. അപ്പൊ സമ്പൂർണ്ണ കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതിയാണ് പറഞ്ഞു എന്ത്, ശ്രുതി തരംഗം. ഓക്കെ, കേൾവിക്ക് തകരാറുള്ള കുട്ടികൾക്ക് നൽകുന്ന സമ്പൂർണ്ണ കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതിയാണ് പറഞ്ഞു ശ്രുതി തരംഗം. ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. സനാഥ ബാല്യമാണെങ്കിൽ അനാഥരായ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് സനാഥ ബാല്യം. മിഠായി ആണെങ്കിൽ ടൈപ്പ് 1 പ്രമേഹം ബാധിച്ചത്. നമുക്കറിയാം, ടൈപ്പ് 1 പ്രമേഹം ബാധിച്ചവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പറഞ്ഞ് ഇൻസുലിൻ പമ്പുകൾ നൽകുന്ന പദ്ധതിയാണ് മിഠായി പദ്ധതി. കുറെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ടൈപ്പ് 1 പ്രമേഹം. ഇനി കേരള ആരോഗ്യക്ഷേമ വകുപ്പ് വിഭാവനം ചെയ്ത അമൃതം ആരോഗ്യം പദ്ധതിക്ക് കീഴിൽ നടപ്പിലാക്കുന്ന മറ്റു പദ്ധതികൾ ഏതൊക്കെയാണ്? കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അമൃതം ആരോഗ്യം. അമൃതം ആരോഗ്യത്തിൽ ആര് വരുന്നുണ്ട്? നമുക്കറിയാം, നയനാമൃതം വരുന്നുണ്ട്, പാദസ്പർശം വരുന്നുണ്ട്, സിറാസ് വരുന്നുണ്ട് ഇല്ലയോ. നയനാമൃതം ആയിക്കോട്ടെ, പാദസ്പർശമായിക്കോട്ടെ, സിറാസ് ആയിക്കോട്ടെ, ഇത് മൂന്നുമാണ് അമൃതം ആരോഗ്യം പദ്ധതിയിൽ വരുന്നത്. ജീവിതശൈലി രോഗനിയന്ത്രണവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം. അതിൽ പ്രധാനമായിട്ടും 3 പദ്ധതികൾ. നയനാമൃതം. എന്താണ് നയനാമൃതം? പ്രമേഹം കണ്ണുകളെ ബാധിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ഇല്ലയോ. അപ്പോൾ പ്രമേഹം കണ്ണുകളെ ബാധിക്കുന്നത് നേരത്തെ മനസ്സിലാക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം. ഇനി പ്രമേഹം കാലുകളെ ബാധിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെ ആരംഭിച്ച പദ്ധതിയാണ് പാദസ്പർശം. സിറാസ് ആണെങ്കിൽ സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാത മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സ്ട്രോക്ക് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒന്നാണ് സിറാസ്. ഇത് 3ഉമാണ് എവിടെ വരുന്നത്? അമൃതം ആരോഗ്യം പദ്ധതിയിൽ വരുന്നത്. സോ 1, 2, 4 ആർദ്രം. എന്താ ആർദ്രം? ആർദ്രം നമുക്കറിയാം എന്താണ്. നമ്മുടെ സർക്കാർ ആശുപത്രികളിലെ OP വിഭാഗത്തെ രോഗി സൗഹൃദമാക്കി മാറ്റുക, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, ഓക്കെ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുക, ഇതിനൊക്കെ വേണ്ടി ആരംഭിച്ച ഒന്നാണ് പറഞ്ഞു ആർദ്രം മിഷൻ. അറിയാമല്ലോ, എക്സാമിന് ചോദിച്ചിട്ടുണ്ടേ. അടുത്തത്, മാരക അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18-ൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സാ ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതിയാണ് പറഞ്ഞു ഏത്? താലോലം. എപ്പോഴും ചോദിക്കുന്നതാണ് ഇത്. മാരക രോഗങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതിയാണ് പറഞ്ഞു എന്ത്? താലോലം. ഓക്കെ, ആർദ്രം ഓൾറെഡി പറഞ്ഞല്ലോ. എന്താ ആയുർദളം? എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയാണ് അല്ലയോ. കേരള സർക്കാർ നടപ്പിലാക്കുന്ന എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയാണ് ആയുർദളം. മന്ദഹാസം എന്താ? നമ്മൾ കഴിഞ്ഞ ഈ റിവിഷനിലും പറഞ്ഞതാണ് അല്ലയോ. BPL വിഭാഗത്തിൽ ഉൾപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായിട്ട് കൃത്രിമ പല്ലുകളൊക്കെ വെച്ചു കൊടുക്കുന്ന പരിപാടിയല്ലേ മന്ദഹാസം. മന്ദഹാസം പദ്ധതിയല്ലേ മന്ദഹാസം അല്ലേ. യെസ്. എന്താണ് ആശ്വാസകിരണത്തിന്റെ ഉപഭോക്താക്കൾ? ആശ്വാസകിരണത്തിന്റെ ഉപഭോക്താക്കൾ രോഗികളെ പരിചരിക്കുന്നവരാണ് അല്ലയോ. കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്നവരല്ലയോ. കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്നവർക്ക് നൽകുന്ന ഒരു പ്രതിമാസ പെൻഷനാണ് പറഞ്ഞു എന്ത്? ആശ്വാസകിരണം. കിടപ്പിലായ രോഗികളെ പരിചരിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു പ്രതിമാസ പെൻഷനാണ് എന്ത്? ആശ്വാസകിരണം. കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേരാണ് സുഹൃതം. ഓക്കെ, സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുഹൃതം. മമ്മൂട്ടിയാണ് ബ്രാൻഡ് അംബാസിഡർ. ഓക്കെ, സ്വാന്തനം. എന്താ സ്വാന്തനം? അത് നമുക്കറിയാം, ഈ കിടപ്പിലായ രോഗികൾക്ക് നൽകുന്ന ചികിത്സാ പദ്ധതിയാണ് പറഞ്ഞു സ്വാന്തനം അല്ലയോ. ഓക്കെ, കിടപ്പിലായ രോഗികൾക്ക് നൽകുന്ന ഒരു ചികിത്സാ പദ്ധതിയാണ് പറഞ്ഞു സ്വാന്തനം. വിമുക്തി എന്താണ്? കേരളത്തെ ലഹരിയിൽ നിന്ന് മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച ഒന്നാണ് പറഞ്ഞു വിമുക്തി. അതിന്റെ ബ്രാൻഡ് അംബാസഡറാണ് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ കേട്ടോ. ആയുർദളം ഓൾറെഡി പറഞ്ഞതാണ്. എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയാണ് ആയുർദളം. ഓക്കെ,
സുഹൃതത്തിന്റെ ബ്രാൻഡ് അംബാസഡർ മമ്മൂട്ടിയാണ്, ഓർത്ത് വെക്കുക. സ്വാതന്ത്ര്യമാണെങ്കിൽ കിടപ്പിലായ രോഗികളിലെ ചികിത്സാ പദ്ധതിയാണ് പറഞ്ഞു വന്നത് സ്വാതന്ത്ര്യം. ഓക്കെ. അവരെ നോക്കുന്നവർക്ക് നൽകുന്ന പെൻഷൻ ആശ്വാസകിരണമാണ്, തിരിഞ്ഞു പോകരുത് കേട്ടോ. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പദ്ധതിയാണ് പറഞ്ഞു പേര് നമ്മളുടെ അനുയാത്ര. കിട്ടിയല്ലോ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുന്നതല്ല. കേരള സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്കായി ഏർപ്പെടുത്തിയ ഇൻഷുറൻസ് പദ്ധതിയാണ് പറഞ്ഞു എന്ത് മെഡിസെപ്പ്. കേരള സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഏർപ്പെടുത്തിയ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. ഓക്കെ. ഇതിനോടൊപ്പം തന്നെ കുറെ പദ്ധതികൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. സമാശ്വാസം പദ്ധതി ചോദിക്കാം, സ്നേഹസാന്ത്വനം ചോദിക്കാം. ഓക്കെ. പിന്നീട് അശ്വമേധം, കുഷ്ഠരോഗ ക്യാമ്പയിനില്ല, അശ്വമേധം ചോദിക്കാം. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെയുള്ള പിന്നെ നമ്മുടെ ജീവനി, കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന ഒരു ക്യാമ്പയിൻ്റെ ഒരു പദ്ധതിയല്ലേ എന്ത് ഈ പറയുന്ന ജീവനി. ആത്മരക്ഷ കേരള സർക്കാരിൻ്റെ ആത്മഹത്യാ പ്രതിരോധ ക്യാമ്പയിനാണ് അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. അപ്പോൾ ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഈ ഒരു ഭാഗത്ത് നിന്ന്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ റിവിഷൻ. ഓക്കെ. സോ എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളൂ, ബിലീവ് ഇൻ യുവർ സെൽഫ്, യു ഹാവ് സ്റ്റഡീഡ് ഇനഫ്, നൗ ഇറ്റ്സ് എ ടൈം ടു പ്രൂവ് ഇറ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ ബയോളജിയുടെ നമ്മൾ ട്രിക്ക് ചെയ്യണം, നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഹെൽപ്പുകളും ഈ ഒരു എക്സാമിന് ചെയ്തു തന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയാം അത്. ഓക്കെ. നമ്മുടെ ആപ്പിൽ തന്ന ക്ലാസ്സുകളായിക്കോട്ടെ, യൂട്യൂബിൽ തന്ന ക്ലാസ്സുകളായിക്കോട്ടെ, എല്ലാം തന്നെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച മാർക്സിലേക്ക് എത്താൻ സഹായിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബയോളജിയിൽ കുറേ വീഡിയോസുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ട് നമ്മുടെ 10th പ്രിലിംസിൻ്റെ ഫുൾ റിവിഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാരത്തോണിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ലൈവിൽ വരാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു റെക്കോർഡ് വീഡിയോ തന്നിട്ടുണ്ട്. അപ്പോൾ ആ റിവിഷൻ ക്ലാസ്സും ഇന്നത്തെ വീഡിയോയും കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബയോളജിയിൽ ഏറെക്കുറെ എല്ലാ ക്വസ്റ്റ്യൻസുകളും ചെയ്യാൻ കഴിയുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. കണക്റ്റഡ് ഫാക്റ്റുകളും ഓർത്ത് വെച്ച് പഠിക്കുക. അപ്പോൾ എൻ്റെ എല്ലാ കുട്ടികൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതുക. മൈ പ്രയേഴ്സ് ഓൾവേസ് വിത്ത് യു. ഓക്കെ, ബൈ. താങ്ക് യു ഓൾ.